പരിപാടികളിൽ ഭാഗമാക്കാനും ഒരു അവസരം എന്ന നിലക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇത്തരം ഒരു സംരംഭം ഇവിടെ തുടക്കമിട്ടത്. സ്വാതന്ത്ര്യം ലഭിച്ച 68 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭാരതം വളരെ അതിനിർണായകമായ ഒരു ദശാസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ദേശീയതയെ പുനർനിർവചിച്ച് അത് ഹിന്ദുത്വം എന്നാക്കി മാറ്റുന്ന വളരെ നീചമായ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഭാരതത്തിലെ സാമൂഹിക രംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇന്ത്യയിലുള്ള വളരെ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തെ സംശയത്തിന്റെ മുൻനിലയിൽ നിർത്തി ഞങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ദേശീയവാദികൾ ആണ് എന്നുറക്കെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവരുടെ ദേശീയതയെ പോലും രാഷ്ട്രക്കൂറ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. 68 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും അതുപോലെ രാഷ്ട്ര ശില്പികളൊക്കെ വിഭാവനം ചെയ്ത ഒരു ദേശീയതയിൽ നിന്ന് വളരെ അകലം മാറുകയും ജർമ്മനിയിലെ നാസികളും ഹിറ്റ്ലറും ഒക്കെ വിഭാവനം ചെയ്ത രീതിയിലുള്ള സങ്കുചിതമായ ഒരു സ്യൂഡോ സെക്യുലറിസത്തിലേക്ക് സ്യൂഡോ കപട ദേശീയതയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ ആനയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയിലേക്കാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാറും അതിനെ കൂട്ടുപിടിക്കുന്ന ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഓശാന പാടാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും അതുപോലെ തന്നെയുള്ള സകലവിധ ചാനലുകളും അവരുടെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരികയും രാഷ്ട്രത്തെ ഏതാനും ചില സങ്കുചിത താല്പര്യങ്ങളുടെ വേദികളാക്കി മാത്രം മാറ്റിയത എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യസനകരമായ ഒരു വസ്തുതയാണ്. നാം നിർണയിച്ച നമ്മുടെ 4 അതിർത്തികൾക്ക് പുറത്തുള്ളവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം ഇന്ന് വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇത്തരം പ്രചരണങ്ങൾക്ക് ഇടയിൽ പോലും വളരെ നല്ല ദേശീയവാദികളായ ഒരുപാട് നേതാക്കന്മാർ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വസ്തുത നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഏതായാലും ഈ രണ്ടിന്റെ ഇടയിലുള്ള ഈ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പോലും നല്ല ചർച്ചകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഹർഷഭാരതത്തിലെ സാമൂഹിക സാംസ്കാരിക പൊതുരംഗങ്ങളിലൊക്കെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്ന ഈ പരിപാടി, ഈ സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന ഈ പരിപാടികളിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യാൻ വേണ്ടി അവസരം വിനിയോഗിക്കുകയാണ്. നീട്ടിപ്പറയുന്നതിന് വേണ്ടി അല്പം കഴിഞ്ഞ് നമ്മുടെ പ്രഗത്ഭരായ പ്രാസംഗികരും അതുപോലെ തന്നെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആദ്യമായി ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ ബഹുമാന്യായ ചെയർമാൻ സയ്യിദ് സുലൈമിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് സൗദി നാഷണൽ കമ്മിറ്റിയുടെ സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബഹുമാന്യായ MT മനാഫ് സാറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുള്ള വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക തലങ്ങളിലുള്ള വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി OICC നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ അഡ്വക്കേറ്റ് LK അജിത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനാധിപത്യം മതേതരത്വം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ബാലചന്ദ്രൻ നായർ, അദ്ദേഹം LNRK ഫോറം ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ, ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KMCC റിയാദ് ഘടകം ജനറൽ സെക്രട്ടറിയായ ബഹുമാന്യായ അർഷൽ അഹമ്മദ്
ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയത്തിൽ നമ്മൾക്ക് പ്രഭാഷണം നടത്തും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IMK അഹമ്മദ്, റിയാദിലുള്ള സുഹൃത്താണ്, നമ്മുടെ ക്ലാസ് റൂമിലെ സജീവ മെമ്പറും കൂടിയായ IMK അഹമ്മദ്. അദ്ദേഹം മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന വിഷയത്തിൽ ഇവിടെ പ്രഭാഷണം നടത്തും. അതുപോലെ എല്ലാ വ്യക്തിത്വങ്ങളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്കുള്ള ശ്രോതാക്കളായുള്ള മുഴുവൻ ആളുകളെയും, മുഴുവൻ ശ്രോതാക്കളെയും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളെയും ക്ലാസ് റൂമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ സയ്യിദ് സുലൈമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ എന്നുള്ള തലക്കെട്ടിൽ നമ്മുടെ ക്ലാസ് റൂം, കേരള ഇസ്ലാഹി ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഇവിടെ സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞു. ഭാരതത്തിലെമ്പാടും അതുപോലെ തന്നെ ഭാരതത്തിന്റെ പുറത്തുമൊക്കെ 68ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടുകൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ പൗരന്മാരായ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവനർപ്പിച്ചിട്ടുള്ള, ത്യാഗനിർഭരമായി പ്രവർത്തിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളെ കുറിച്ച് ഓർക്കുകയും അവർ ലക്ഷ്യം വെച്ച ഇന്ത്യ അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി, രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വേളയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ അതുപോലെയുള്ള പല രാജ്യങ്ങളും ആ കാലയളവിൽ സ്വാതന്ത്ര്യം ലഭിച്ച രാഷ്ട്രങ്ങളാണ്. പക്ഷേ അവിടെയുള്ള പൗരന്മാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എത്ര, അവിടെയുള്ള പൗരന്മാർക്ക് ലഭിക്കുന്ന സ്വസ്ഥതയും സമാധാനവും എത്ര, അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു ഇസ്ലാഹി പ്രവർത്തകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, അതിന്റെ സമര പോരാട്ട ചരിത്രത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സംഭാവനകളുണ്ട്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര സംഭവങ്ങൾ വായിക്കുന്ന ആർക്കും ബോധ്യമാകും. അങ്ങനെ തീർച്ചയായും വളരെ വ്യക്തമായി നമ്മുടെ നേതാക്കന്മാർ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ എത്രയോ ധീരദേശാഭിമാനികളായ ആളുകൾ, മഹാത്മാഗാന്ധിയോടൊപ്പം അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ഇന്ത്യയുടെ ശില്പികളായിട്ടുള്ള ആളുകളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സമര പോരാട്ടം നടത്തിയിട്ടുള്ള സംഭവങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സഹോദരങ്ങൾ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ജനാബ് MT മനാഫ് മാസ്റ്ററെ മൈക്കിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. കേരള ഇസ്ലാഹി ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിന ചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനും ക്ലാസ് റൂമിന്റെ ചെയർമാനുമായ സയ്യിദ് സുല്ലമി, പ്രിയപ്പെട്ട ഡോക്ടർ അജിത്, മിസ്റ്റർ ബാലചന്ദ്രൻ നായർ, ജനാബ് അർഷൽ അഹമ്മദ്, IMK അഹമ്മദ് സാഹിബ്, ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, സഹോദരികൾ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഭാരതീയരായ നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള
ആളുകളാണ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ അധികവുമുള്ളത്. അവരെ സംബന്ധിച്ച് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്രയും ക്രിയാത്മകമായ ഒരു ചർച്ച സംഘടിപ്പിച്ച കേരള ഇസ്ലാഹി ക്ലാസ് റൂമിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ സംഘാടകരെ അഭിനന്ദനം അറിയിക്കുന്നു. ഉദ്ഘാടകൻ എന്ന നിലയിൽ ഏതാനും ചുരുങ്ങിയ വാക്കുകൾക്ക് മാത്രമാണ് സമയമുള്ളത്. വ്യത്യസ്തമായ ടൈറ്റിലുകളിൽ വിവിധ വിഷയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഇവിടെ പ്രഗത്ഭരായ ആളുകൾ സംസാരിക്കാനുണ്ട്. ഞാൻ ആദ്യമായി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സർവശക്തന്റെ നാമത്തിൽ ഈ ഒരു ചർച്ച ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകുന്നത്. ആ ഒരു ആധിപത്യത്തിൽ നിന്ന് അതിനെതിരെയുള്ള സംഘടിതമായ ഒരു ചെറുത്തുനിൽപ്പിന് പിന്നീട് ഇന്ത്യക്കാർക്ക് 100 വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മുടെ ദേശീയ ചരിത്രകാരന്മാർ ആവേശപൂർവം പരിചയപ്പെടുത്തുകയും ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത 1857 കലാപമാണ് സത്യത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിതമായ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. പിന്നെയും ഒരു 90 വർഷം കാത്തിരുന്ന ശേഷമാണ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും സംഘടിതമായ മുന്നേറ്റങ്ങളിലൂടെയും ബൗദ്ധികമായ നേതൃത്വത്തിന്റെയും സംഘശക്തിയുടെയും ഒരുമിച്ചുള്ള പ്രവർത്തന ഫലമായാണ് 1947 ശരിക്കും പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ പാകി ഏതാണ്ട് 190 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വിശാലമായ വീഥിയിലേക്ക് ഇന്ത്യക്കാർ പ്രവേശിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികൾ നമുക്ക് പരിചിതമാണ്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതില് ഏതാണ്ട് 123 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഇന്നത്തെ ഇന്ത്യ, ലോകത്തെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യം, 68ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്. വിവിധ ഭാഷകളെയും മതങ്ങളെയും ശൈലിയെയും സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 68 വർഷമായി അത്ഭുതങ്ങളുടെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ലോകത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ അറബികളൊക്കെ സാധാരണ പറയാറുണ്ട് നമ്മുടെ രാജ്യത്തെ കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്നത് അത് ബിലാദുൽ അജായിബ്, അത്ഭുതങ്ങളുടെ നാടാണ് എന്നും. അത്ഭുതങ്ങളുടെ നാട്, പല ഭാഷകൾ സംസാരിക്കുന്ന, പല മതങ്ങളിൽ വിശ്വസിക്കുന്ന, പലതരം രീതികൾ പിൻപറ്റുന്ന, പ്രാദേശികമായ വൈജാത്യങ്ങളുള്ള, ഒട്ടനേകം പാർട്ടികളും മതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രമേൽ അത്ഭുതങ്ങളുടെ കലവറയായ ഒരു രാജ്യം. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളും ആശ്ചര്യത്തോടും അത്ഭുതത്തോടും ആദരവോടും കൂടി നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ആ ഭാരതത്തിന്റെ പൗരന്മാരായി ജനിക്കുവാനും ജീവിക്കുവാനും സാധിച്ചു എന്നത് ഏറ്റവും വലിയ അഭിമാനമായി കാണുന്നവരാണ് ഓരോ ഭാരതീയനും. ഓരോ ഭാരതീയനും അങ്ങനെ തന്നെയാണ്. ഒരു ഭാരതീയന്റെയും ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ സെക്യുലറിസമാണ്. സെക്യുലറിസത്തിന് ഏറ്റവും കൃത്യമായി എന്ന് പറയാവുന്ന ഒരു നിർവചനമുണ്ട്. സെക്യുലറിസം ഈസ് an attitude of mind which refuses to accept the division of humanity into religion. മതത്തിന്റെ പേരിൽ മനുഷ്യനെ
തരംതിരിക്കാത്ത നമ്മുടെ മനസ്സിന്റെ ഒരു നിലപാടാണ് സത്യത്തിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ. ആ ഒരു മനോഭാവം ഉള്ള ഒരുപാട് ത്യാഗികളായ പൂർവികരായ മഹദ്ഭാരതന്മാരായ മുൻഗാമികളായ നേതാക്കൾ അവർ മുന്നിൽ നിൽക്കുകയും അവരുടെ പിറകിൽ മതവും ജാതിയും വർഗവും വർണ്ണവും ഭാഷയും തടസ്സമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുകയും ചെയ്തപ്പോൾ സാധ്യമായ ഏറ്റവും വലിയ ഒരു സത്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സെക്യുലറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ബേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുവോ, എത്ര കാലം കഴിയുന്നുവോ അത്രയും കാലം നമ്മുടെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. അവിടെ മതത്തിന്റെ അതിർവരമ്പുകൾ ഒരിക്കലും കടന്നു വരുവാൻ പാടില്ല. ഇന്ന് ഏറ്റവും വലിയ ചതിക്കുഴി നിലനിൽക്കുന്നത് ആ മേഖലയിലാണ്. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. പക്ഷേ മതങ്ങളെ മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാക്കി ചിലർ ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും അതേപോലെ തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനവും ഒക്കെ പലപ്പോഴും തകർന്നു പോകുന്നത്. അതുണ്ടാകുവാൻ പാടില്ല. സത്യത്തിൽ കുടുംബവും സമ്പത്തും ജീവനും ഒക്കെ ബലി നൽകിക്കൊണ്ട് വീരന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടി നേടിയ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച്, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കുറിച്ച്, അതിൽ തിരസ്കരിക്കപ്പെട്ട ആളുകളെ കുറിച്ച്, വിസ്മരിക്കപ്പെട്ട ആളുകളെ കുറിച്ച്, ന്യൂനപക്ഷങ്ങളുടെ പങ്കിനെ കുറിച്ച്, അതിന്റെ മതേതരമായ വശത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ വക്രീകരിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ ഓശാനപാടികളായി നടക്കുകയും സ്ഥാനവും സമ്മാനങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുകയും പലപ്പോഴും മുഖം തുറച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോവുകയും ഒക്കെ ചെയ്ത ആളുകൾ പിൽക്കാലത്ത് പുതിയ പേരുകൾ സ്വീകരിച്ച് വലിയ നേതാക്കന്മാരും ദേശസ്നേഹികളുമൊക്കെയായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് ഇതെല്ലാം തിരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സകലവും സമർപ്പിച്ച ഒരുപാട് മഹാരഥന്മാരും ത്യാഗികളുമായ ആളുകൾ ചരിത്രത്തിൽ എവിടെയും ഇടം ലഭിക്കാതെ പോയിരിക്കുന്നു എന്ന ദുഃഖസത്യവും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ രാഷ്ട്രനായകന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങിത്തന്നപ്പോൾ അവർ വിഭാവനം ചെയ്ത, അവർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അത്തരമൊരു സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്തയും ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർഗീയ കലാപങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നത്. 2013 മാത്രം 825ഓളം കലാപങ്ങളാണ് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇത് ഔദ്യോഗികമായ കണക്കാണ്, അല്ലാത്തത് അതിൽ കൂടുതൽ വരും. അതുകൊണ്ട് ഇങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ത്യാഗികളായ സ്വാതന്ത്ര്യസമര ദേശീയ നേതാക്കന്മാർ നമ്മുടെ കയ്യിലേൽപ്പിച്ച ഈ രാജ്യത്തെ അവരുടെ ആ സ്വപ്നം വിസ്മരിച്ചുകൊണ്ട് കൊള്ളക്കാരുടെയും കൊലപാതകികളുടെയും വർഗീയ കോമരങ്ങളുടെയും കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭരണചക്രം തിരിക്കുവാൻ അവരെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഇന്ത്യയുടെ ഫെഡറൽ സെക്യുലർ സ്വഭാവത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മുടെ നേതാക്കളായി കടന്നു വരേണ്ടത്. അത്തരത്തിലുള്ള ചിന്തയാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. വിവിധ
വിഷയങ്ങളെ ആസ്പദിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയത്തിൽ ഇവിടെ സംസാരിക്കാനിരിക്കുന്ന പ്രമുഖരായ ആളുകളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഐക്യത്തോടുകൂടി മുന്നേറുവാനും അഖണ്ഡതയോടുകൂടി മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഫെഡറൽ സ്വഭാവത്തിൽ ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് അത്ഭുതമായി സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പതാകകൾ പാറിക്കളിക്കുന്ന, സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന, ഐക്യവും സാഹോദര്യവും മുഖമുദ്രയായി മുന്നേറുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിന ചിന്തകൾ എന്നുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ ജനറൽ സെക്രട്ടറി ജനാബ് MT മനാഫ് മാസ്റ്റർ അവർക്ക് ക്ലാസ് റൂമിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്നുള്ള വിഷയത്തിൽ സംസാരിക്കുന്നത് NRK ഫോറം ജനറൽ സെക്രട്ടറി ശ്രീ ബാലചന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ മൈക്കിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ബാലചന്ദ്രൻ നായർ സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് 15 മിനിറ്റ് സംസാരിക്കും. അദ്ദേഹം മൈക്കെടുത്തോളൂ. ഹലോ, ശ്രീ ബാലചന്ദ്രൻ നായർ മൈക്കെടുക്കൂ. ഷാനു അരീക്കോട് മൈക്കെടുത്തോ? കേൾക്കുന്നില്ല, മൈക്കെടുക്കൂ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ആദ്യമായി ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ച ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ 68ാമത്
സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മുടെ രാജ്യം കൊളോണിയൽ ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ 1947 മുമ്പ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗങ്ങൾ, അവയെ ഒന്നും കണക്കിലെടുക്കാതെയല്ല പറയുന്നത്. തീർച്ചയായും അതൊരു വലിയ ഏട് തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 കിട്ടുമ്പോൾ അതിനു മുമ്പുള്ള പശ്ചാത്തലത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഒരിക്കലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ 1947 ശേഷം നമുക്ക് എന്ത് സംഭവിച്ചു, 1947 എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മറ്റെല്ലാ മേഖലകളിലും, വ്യവസായ മേഖലയാകട്ടെ, ശാസ്ത്ര സാങ്കേതിക മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, മറ്റെന്ത് മേഖലയാണെങ്കിലും രാജ്യ പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ, വികസനത്തിന്റെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പിന്നോക്കത്തിലായിരുന്നു, വളരെയധികം പിന്നോക്കാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 67 വർഷം പിന്നിട്ട് നാം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ, എന്തെല്ലാം നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും ശരാശരി ഇന്ത്യക്കാരനെ പോലെ ഞാനും അഭിമാനം കൊള്ളുന്നു. നമ്മൾ ഇന്ന് ഒരു വികസ്വര രാജ്യമാണ്. വികസിത രാജ്യം അല്ല എങ്കിൽ പോലും വികസ്വര രാജ്യമാണ് എന്ന് പറഞ്ഞാൽ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ആദ്യത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 20 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും കാർഷിക മേഖലയിലാകട്ടെ, വ്യവസായ വാണിജ്യ മേഖലയിലാകട്ടെ, ശാസ്ത്ര സാങ്കേതിക രംഗത്താകട്ടെ, ബഹിരാകാശ രംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിലാകട്ടെ ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോയി. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം ഉളവാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണത്. അതേസമയം തന്നെ ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിതിന്റെ ആമുഖത്തിൽ ബഹുമാന്യരായ ഇതിൽ പങ്കെടുത്ത മറ്റ് സുഹൃത്തുക്കൾ പറഞ്ഞ ആ വാക്കുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ 1/6 ജനങ്ങൾ വസിക്കുന്നത് ഇന്ത്യയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1/6 ജനവിഭാഗം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, 22ഓളം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഭാഷകൾ, ഇതെല്ലാം നമ്മുടെ പ്രത്യേകതകളാണ്. ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 800ഓളം ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ ഉണ്ട്. ഇന്ത്യയിൽ 800ഓളം ഭാഷകളോ ഭാഷകളുടെ വകഭേദങ്ങളോ സംസാരിക്കുന്ന 800ഓളം ഭാഷകളുണ്ട് ഇന്ത്യക്കാർ സംസാരിക്കുന്നത്. ഇത് മറ്റേതൊരു രാജ്യക്കാരനും വാസ്തവത്തിൽ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിലുള്ള അതിശയകരമായ ഒരു വസ്തുതയാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട്. ലോകത്തിലുള്ള നിലനിൽക്കുന്ന എല്ലാ ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയും എല്ലാം ഇന്ത്യയിലുണ്ട്.
ഇത് പലപ്പോഴും വൈരുദ്ധ്യമായി കണക്കാക്കപ്പെടുന്നെങ്കിലും നമ്മളെപ്പോലുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാണത്. ഈ വൈവിധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്നൊരു രാജ്യം കഴിഞ്ഞ 67 വർഷം കൊണ്ട് കൈവരിച്ച പുരോഗതി അത് ഒരിക്കലും ഒരു ശരാശരി ഇന്ത്യക്കാരന് അവന്റെ അഭിമാനത്തിന് വക നൽകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ചെറുതാവില്ല. പക്ഷെ അതേസമയം തന്നെ ഒരു പക്ഷേ ഇന്ത്യക്കാരൻ കൂട്ടിച്ചേർക്കേണ്ടത് എന്താണ് ആ പക്ഷേ? 67 വർഷം പിന്നിട്ടപ്പോൾ യഥാർത്ഥത്തിൽ നാം എത്തേണ്ട സ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളും അവർ വിഭാവനം ചെയ്ത ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പക്ഷേ. നമ്മൾ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ നമ്മൾ എത്തിയില്ല, അല്ലെങ്കിൽ അതിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പറഞ്ഞു കാർഷിക രംഗത്ത് നമ്മൾ പുരോഗതി കൈവരിച്ചു. പക്ഷേ കാർഷിക രംഗത്ത് നമ്മൾ പുരോഗതി കൈവരിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നും പലയിടത്തും ഭക്ഷ്യ ദൗർലഭ്യമുണ്ട്. കൃത്രിമമായിട്ടെങ്കിലും സൃഷ്ടിക്കപ്പെടുന്ന വിലക്കയറ്റമുണ്ട്, ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റമുണ്ട്. വ്യാവസായ പുരോഗതി നമ്മൾ കൈവരിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ലോകത്തിലെ മറ്റു വികസിത രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കത്തക്ക വ്യാവസായിക പുരോഗതി ഇന്ത്യക്കാരൻ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നാം നേട്ടങ്ങൾ കൈവരിച്ചു, നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസം പ്രായോഗിക തലത്തിലേക്ക്, അതിന്റെ പ്രായോഗികതയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ, പരിവർത്തനം ചെയ്യുന്നതിൽ ഇന്ത്യക്കാരൻ വിജയിച്ചിട്ടുണ്ടോ? ചുരുങ്ങിയ നല്ല മിതമായ ഭാഷയിൽ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ആ എഞ്ചിനീയറിംഗിന് അവൻ പഠിക്കാൻ, അതല്ലെങ്കിൽ അവൻ പഠിച്ച കാര്യം പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിൽ അവൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം അതിന്റെ പ്രായോഗിക തലത്തിലേക്ക്, പഠിച്ച സാങ്കേതിക വിദ്യയോ എന്ത് വിദ്യയോ ആകട്ടെ, അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു, അഥവാ ഇന്ത്യക്കാർ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത്. ഇതുപോലെ തന്നെയാണ് ഏത് മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയി. 5 ലക്ഷം കിലോമീറ്ററോളം റോഡുകൾ പണിഞ്ഞു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇന്ന് ഇന്ത്യയിലും സഞ്ചാരയോഗ്യമല്ലാത്ത ദേശീയ പാതകൾ പോലും പലയിടത്തുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യക്കാരൻ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ, തീർച്ചയായും ഇന്ത്യ പുരോഗതി കൈവരിച്ചു, ഇനിയും പുരോഗതി കൈവരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ 2 ഘടകങ്ങളാണ് ഈ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി, ഭരണകൂടത്തിന്റെ സത്യസന്ധത, സുതാര്യത, ഇത്തരം കാര്യങ്ങളോടുള്ള അവരുടെ ആഭിമുഖ്യം. തീർച്ചയായും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഇതിനു മുമ്പുള്ള ഭരണകൂടങ്ങളോടൊക്കെ, ഇപ്പോഴുള്ള ഭരണകൂടങ്ങളൊക്കെ എല്ലാ ബഹുമാനങ്ങളും ആദരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അതൊന്നും കൊണ്ടെത്തിക്കാൻ നമുക്കായിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കണം, ഭരണകൂടം മനസ്സിലാക്കണം. ആ തെറ്റ് തിരുത്താൻ അവർക്ക് കഴിയണം. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചു, അവർ നമ്മുടെ വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്തു, നമ്മളെ കൊള്ളയടിച്ചു എന്നൊക്കെ നമ്മൾ വിലപിക്കുമ്പോഴും അവരൊന്നും ചെയ്യാത്ത ഒരു കാര്യം 1947 ശേഷം ഇന്ത്യക്കാരൻ അവന്റെ സംസ്കാരത്തിൽ വളരെയധികം കൂടിക്കൊണ്ട് നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നുമല്ല, അത് പൊതുജീവിതത്തിലെ അഴിമതിയാണ്. ഇന്ത്യയിൽ ഇന്ന് അഴിമതിയുടെ മേഖലകളില്ലാത്ത ഒരു മേഖലയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഏത് മേഖലയിലാണെങ്കിലും അഴിമതി. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അതിന് ഭരണാധികാരികൾ മാത്രമാണോ ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും അല്ല. ഭരണാധികാരികളും സമൂഹവും എല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ആ അർത്ഥത്തിൽ ഇതിനെ നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു പൊളിച്ചെഴുത്തിന്, ഇനിയും ഒരു വിചിന്തനത്തിന് ഭരണാധികാരികൾ, ഭരണകൂടം തയ്യാറാകേണ്ട കാര്യമുണ്ട്. രണ്ടാമതായി ഊന്നി പറയുവാനുള്ളത്, ഒരു രാജ്യത്തിലെ, വികസിത രാജ്യത്തിലെ അല്ലെങ്കിൽ വികസന രാജ്യത്തിലെ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എത്രത്തോളം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ നിരാശാജനകമായ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്.
ഇന്ന് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നു ഗവൺമെന്റ് അത് ചെയ്തില്ല, ഗവൺമെന്റ് ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പരിമിതികളുണ്ട്, അതെല്ലാം നമ്മൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഒരു പൗരന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഓരോ പൗരനും എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് സത്യസന്ധമായി വിലയിരുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. നല്ല വ്യക്തികൾ കൂടുന്ന സമൂഹവും നല്ല സമൂഹങ്ങൾ കൂടുന്ന പിന്നെ സ്റ്റേറ്റുകളും അത്തരം സ്റ്റേറ്റുകൾ കൂടുന്ന രാജ്യവും എന്നുള്ളൊരു ആ സങ്കല്പത്തിനെ പ്രായോഗികവൽക്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം, അർപ്പണബോധം, സത്യസന്ധത, സഹിഷ്ണുത ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായും നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്, അത് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിലെല്ലാം തീർച്ചയായും ഒരു സിവിലൈസ്ഡ് സെൻസ്, ഒരു പരിഷ്കൃത ബോധത്തിന്റെ സമൂഹം നമ്മുടെ നാട്ടിൽ ഇന്ന് കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് അധികമാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ സ്വയം ചോദിക്കേണ്ടത്, എനിക്ക് എന്റെ രാഷ്ട്രം തന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്റെ രാജ്യത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ആ ചോദ്യവും കൂടെ ഉയർത്തേണ്ട കാലഘട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അതിൽ ഭരണകൂടത്തിന്റെയും പൗരന്മാരുടെയും ഉത്തരവാദിത്വം എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് രണ്ട് ഭാഗത്തും, ഭരണകൂടത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ പൗരന്മാരുടെ ഭാഗത്തും നമ്മളുടെ ഭാഗത്തു നിന്നും നമുക്ക് വ്യക്തമായ ധാരണയോടുകൂടി നാം അതിനെ മുമ്പിൽ കാണണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിരവധി കാര്യങ്ങൾ ഞാനിവിടെ സ്പർശിക്കാതെ പോയിട്ടുണ്ട്, പരിമിതമായ സമയമായതുകൊണ്ട്. നിരവധി കാര്യങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്ത് തുടച്ചു നീർക്കപ്പെട്ടിട്ടില്ലാത്ത ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അവസര സമത്വമില്ലായ്മ, സ്ത്രീ പീഡനം, പിന്നെ അതുപോലെ തന്നെ ഡൗറി, പിന്നെ ഇത്തരത്തിലുള്ള നിരവധി സാമൂഹ്യമായ മൂല്യങ്ങളുടെ ച്യുതിയെക്കുറിച്ച്, അതിന്റെ പരിമിതികളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോ അതിന്റെയൊക്കെ സ്വാധീനത്തിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള ചീത്ത പ്രവണതകളുടെ സ്വാധീനത്തിനെ കുറിച്ച് ഈ ചർച്ചയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്നും അവയൊന്നും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ള ധാരണയിലല്ല ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായും അവയെല്ലാം നിൽക്കുന്ന, ഇന്ന് നമ്മളെ പിന്നോട്ടടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയെല്ലാമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ശരാശരി ഇന്ത്യക്കാരനെന്ന് മാത്രം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ എന്നെ വിളിച്ച ഇസ്ലാഹി സെന്റർ പ്രവർത്തകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട ശ്രീ ബാലചന്ദ്രൻ നായർ സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കേരള ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ കൃതജ്ഞത അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഈ സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്നുള്ള പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം മതേതരത്വം എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് OICC പ്രതിനിധി അഡ്വക്കേറ്റ് LK അജിത് സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് കേരള ഇസ്ലാഹി ക്ലാസ് റൂം പ്രവർത്തകർക്കും ഇതിന്റെ സംഘാടകർക്കും എന്റെയും റിയാദ് OICC സെൻട്രൽ കമ്മിറ്റിയുടെയും നന്ദി അറിയിക്കുന്നു. ഇന്ന് രാജ്യം
68ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും. 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു നാം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം, സ്വന്തം വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ബഹുസ്വര സമൂഹം സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടം, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ പിന്നോട്ടു പോകാതെ ലോകത്തിന് തന്നെ ഒരു പുതിയ സമര രീതി സംഭാവന ചെയ്ത് സഹന സമരവും സത്യാഗ്രഹവും നടത്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം 67 വർഷങ്ങൾ പിന്നിടുമ്പോഴും വ്യവസ്ഥാപിതമായ ജനാധിപത്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നതാണ് എന്നതിൽ തർക്കമില്ല. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം ഒരു കിട്ടാക്കനിയായി മാറുകയും ഒന്നുകിൽ സ്വേച്ഛാധിപത്യമോ അല്ലെങ്കിൽ പട്ടാളഭരണമോ ജനതയെ കാർന്നു തിന്നുമ്പോഴും നാം അഹങ്കരിച്ചു. നമ്മൾ സുരക്ഷിതരാണ്, ജനാധിപത്യം മതേതരത്വം ഇവിടെ ശക്തമായി വേരോടിക്കഴിഞ്ഞു എന്ന്. ഇന്ന് നാം 68ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട ദിവസമായി കൂടി ഇതിനെ കണക്കാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യവും മതേതരത്വവും ശക്തമായി നിലനിന്നിരുന്നുവോ? 1948 ജനുവരി 30-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച 10,000-കണക്കിന് ജനങ്ങൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് നേതൃത്വം നൽകിയ രാഷ്ട്രപിതാവിനെ, ഈ രാജ്യത്തെ മതേതര സങ്കല്പങ്ങളെ, മതേതര വിശ്വാസത്തെ തകർത്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഹിഡൻ അജണ്ടയാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ഗൂഢാലോചനയുടെ ഫലമായി 1948 ജനുവരി 30-ാം തീയതി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതര സങ്കല്പത്തിനും ഏറ്റ ആദ്യത്തെ വെല്ലുവിളി. അതിനുശേഷം ഗാന്ധിയൻ ദർശനങ്ങളിലുള്ള സ്വാധീനം മൂലം ഇന്ത്യ ഛിന്നഭിന്നമാകാതെ മതേതര സ്വഭാവവും ജനാധിപത്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോയത് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതര സങ്കല്പങ്ങൾക്കും എന്നൊക്കെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ, അന്നെല്ലാം ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം 1984 മെയ് മാസത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയർത്തിയ സിഖ് തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിക്കുകയും അതിന്റെ ഫലമായി ഇന്ത്യയെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് താക്കീത് നൽകുകയുണ്ടായി. ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മത സൗഹാർദ്ദം നിലനിർത്താൻ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് ജീവൻ നൽകേണ്ടി വന്നു എങ്കിൽ 1984 ഒക്ടോബർ 31 ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഭരണ ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയുണ്ടായി. ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ മറ്റ് രാജ്യങ്ങൾ അധിനിവേശം നടത്തുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ രാജീവ് ഗാന്ധി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് വളരെ മൃഗീയമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇന്ത്യയുടെ മതേതര സങ്കല്പം 5000-ലധികം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമകളായ ഭാരതീയർ 400 വർഷത്തെ ചരിത്രമുള്ള ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ പ്രതീകമായിരുന്ന, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഇന്ത്യയിലെ വിഘടനവാദികൾ ഇന്ത്യയിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള വർഗീയ വിഷം ചീറ്റുന്ന ചാതുർവർണ്ണയത്തിന്റെ ആളുകൾ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം സൃഷ്ടിച്ച ആളുകളായി മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2002 ഗുജറാത്ത് കലാപം,
അതിനുശേഷമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ, ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയവാദികൾ സൃഷ്ടിച്ചെടുത്ത വർഗീയ കലാപങ്ങൾ, എന്നിട്ടും ഇന്ത്യയുടെ മതേതര സ്വഭാവവും ഇന്ത്യയുടെ ജനാധിപത്യ ശക്തിയും ഒരു ചോർച്ചയുമില്ലാതെ തന്നെ ഇന്നും തുടർന്നു പോകുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തിന് നൽകിയിട്ടുള്ള കനത്ത വില കൊണ്ട് തന്നെയാണ് എന്ന് തർക്കമില്ലാതെ തന്നെ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉറക്കെ പറയുവാൻ കഴിയും. ഇന്ന് ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയുടെ ചരിത്രവുമായി ഇന്ത്യയുടെ ഇന്നലകളുമായി പ്രതിബദ്ധതയില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കയ്യിലുള്ളത്. എങ്കിലും ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളെയും ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കാതെ അവരുടെ അവകാശങ്ങൾ ഖനിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ ആ ധാരണ തെറ്റാണെന്നും കഴിഞ്ഞ പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളെ പറ്റി ഭരണാധികാരികളുടെ നിശബ്ദത ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ, ഇന്ത്യയിലെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഭീതിയിലാക്കുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്നും ജനാധിപത്യം വെല്ലുവിളി നേരിട്ടപ്പോൾ ശക്തമായി നേരിട്ട വിശാല ചിന്താഗതിക്കാരായ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും സ്നേഹിക്കുന്ന ഒരു സമൂഹം, അത് ഈ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ഏത് കടുത്ത വെല്ലുവിളികളെ നേരാൻ പ്രാപ്തരാണ് എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സങ്കല്പങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമായി വന്നാൽ പോലും അതിനും ഇന്ത്യൻ ജനത മടിക്കില്ല എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അഡ്വക്കേറ്റ് LK അജിത് സാർ, OICC റിയാദ് ഘടകം ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ജനാധിപത്യം മതേതരത്വം എന്നുള്ള പോയിന്റിൽ സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം അടുത്തതായിട്ട് നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നത് IMK അഹമ്മദ് സാർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിം സേനാനികളെ സംബന്ധിച്ചാണ്, സ്വാതന്ത്ര്യ സമര ഭടന്മാരെ സംബന്ധിച്ചാണ്. അതിനുശേഷം അർഷൽ അഹമ്മദിന്റെ പ്രസംഗമുണ്ടായിരിക്കും. IMK അഹമ്മദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട KICRന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ അതിന്റെ 68ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ലഹരിയിലാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇതര ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം സമോന്നതമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം സമോന്നതമാണ്. 200 വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം പ്രൗഢോജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെ മോചിതമാകുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മാത്രമല്ല ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിച്ചത്. ഒരു കൂട്ടം മഹാനുഭാവന്മാരായ ത്യാഗികളായ മനുഷ്യന്മാരുടെ ജീവിത കഥകൾ കൂടി ചരിത്ര പുസ്തകങ്ങളിൽ ഇടം തേടിയിരുന്നു. എന്നാൽ മറിച്ചു നോക്കാത്തത് മൂലം പൊടി പിടിച്ചുപോയ അത്തരം ചില ഏടുകൾ പൊടി തട്ടിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടെ നാം നിർവഹിക്കുന്നത്. കാവ്യാധിനിവേശം വളരെ അധികം ഭയങ്കരമായ വിധം നമ്മുടെ ഭരണ സാമൂഹ്യ രംഗങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചരിത്രത്തെയും വെറുതെ വിടുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ന്യൂനപക്ഷ ദളിത് നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ വിസ്മരിക്കപ്പെടുമ്പോൾ സമൂഹത്തിന്റെ ബോധമണ്ഡലങ്ങളിലേക്ക് അവ തിരിച്ചു കൊണ്ടുവരേണ്ട ദൗത്യം നമ്മെ പോലുള്ള ഇസ്ലാഹി പ്രവർത്തകരിൽ
നിക്ഷിപ്തമായിരിക്കുകയാണ്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലുള്ള അധികായന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ പലപ്പോഴും അയ്യങ്കാളിയെയും അംബേദ്കറെയും പോലുള്ളവർ വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രമെടുത്താൽ 1921 മലബാർ സ്വാതന്ത്ര്യ സമരം ഒരു സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചത് ഈയിടെയാണ്. ആവേശം തുടിക്കുന്ന ജുമാ ഖുതുബകളിലൂടെ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇളക്കിവിട്ട മമ്പുറന്തങ്ങന്മാർ എന്തുകൊണ്ടാണ് വിസ്മരിക്കപ്പെടുന്നത്? വെള്ളക്കാരൻ തുക്കടി സാഹിബിന്റെ മുഖത്തു നോക്കി ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുമെന്ന് വെല്ലുവിളിച്ച വെളിയങ്കോട് ഉമർ ഖാലിയെ ആരാണ് ചരിത്രേവനികയുടെ പുറകിലേക്ക് തട്ടിമാറ്റിയത്? 1922 ഫെബ്രുവരി 2-ാം തീയതി കോയമ്പത്തൂരിലെ ജയിലിൽ കൽമരത്തിന്റെ കൊലക്കയർ ഒരു മുല്ലപ്പൂമാല പോലെ കഴുത്തിലണിഞ്ഞ മഹാനായ രക്തസാക്ഷി ആലി മുസ്ലിയാരെ എന്തുകൊണ്ടാണ് നാം ചർച്ചയാക്കാൻ മടിക്കുന്നത്? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉറപ്പിച്ച് ഏറെ നാട്ടിൽ ഖിലാഫത്തിന്റെ ഭരണം നടപ്പാക്കിയ കുറുതായി മെലിഞ്ഞ കറുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു മാതാവ് പോലും അതുപോലൊരു വീരപുത്രന് ജന്മം നൽകിയിട്ടില്ല. വാരിയം കുന്നത്ത് കുഞ്ഞാമദാജി എന്ന മാപ്പിള മനസ്സിലാ രക്തനക്ഷത്രത്തിന് നിങ്ങൾക്കൊരു പാഠപുസ്തകത്തിലും കാണാൻ സാധിക്കില്ല. മലപ്പുറത്തെ കോട്ടക്കുന്നിൽ നിന്ന് സ്വർഗാരാമങ്ങളിലേക്ക് പറന്ന വാരിയം കുന്നത്തിനെ അനുസ്മരിക്കാതെ നമുക്കൊരു സ്വാതന്ത്ര്യദിനം ഉണ്ടാകാൻ പാടില്ല സുഹൃത്തുക്കളെ. മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള പത്രമാണ് സ്വദേശാഭിമാനി. പഴയ തിരുവിതാംകൂറിലെ പത്രലോകത്ത് രക്തസാക്ഷിയായ സ്വദേശാഭിമാനിയുടെ പേർ നാം പലപ്പോഴും കേട്ടിട്ടുള്ളത് ബഹുമാന്യനായ രാമകൃഷ്ണപിള്ളയുടെ പേരിലാണ്. എന്നാൽ രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ ഒരു മഹാമനീഷി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങി അതിനുവേണ്ടി ആയുസുമർത്ഥവും ചെലവഴിച്ച വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു അത്. ആ വക്കം മൗലവി മമ്പറം പള്ളി ആക്രമിക്കാൻ വെള്ളപ്പട്ടാളം ഒരുങ്ങുന്നു എന്ന കിംവദന്തി നാടൊട്ടുക്കും പ്രചരിക്കപ്പെട്ടു. ജനങ്ങൾ കോട്ടക്കൽ ചന്ത കേന്ദ്രീകരിച്ച് തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് ചെയ്തു. കയ്യിൽ കിട്ടിയ വടികളും കല്ലുകളുമായി ജനക്കൂട്ടം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയായിരുന്നു. അത്യന്തം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അത്. ആയുധ സജ്ജരായ വെള്ളപ്പട്ടാളത്തിന് കല്ലും പടിയും കൊണ്ട് 7 വയസ്സുള്ള യുവാവ് അവിടെയുള്ള ഒരു 35 വയസ്സുള്ള ഒരു യുവാവ് അവിടെയുള്ള ഒരു മതിലിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഖിലാഫത്തിന്റെ കോൺഗ്രസിന്റെയും നയങ്ങൾ അക്രമ സമരമല്ലെന്നും അഹിംസയിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം ജനങ്ങളെ ബോധിപ്പിച്ചു. ജനങ്ങൾ പിന്തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ നാം ഒരു ജാലിയൻ വാലാബാഗ് കൂടി വളരെ വേദനാജനകമായ പാഠപുസ്തകങ്ങളിലൂടെ പഠിക്കേണ്ടി വരുമായിരുന്നു. ആ ചെറുപ്പക്കാരനാണ് നമ്മുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി KM മൗലവി. KM മൗലവിയുടെ ആഹ്വാനം കേട്ട് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു ചോദിച്ചു, നമ്മുടെ പള്ളി ആക്രമിച്ചവരോട് പകരം ചോദിക്കാത്തതിന് അള്ളാഹു പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ നാം എന്ത് മറുപടി പറയും? മൗലവിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിനോട് മറുപടി സാധുവായി തയ്യിൽ മുഹമ്മദ് കുട്ടി പറഞ്ഞോളാം, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ എന്ന ആ KM മൗലവിയുടെ ആഹ്വാനം കേട്ടിട്ടാണ് ജനങ്ങൾ അന്ന് ഒരു അക്രമ സമരം ഉപേക്ഷിച്ച് പിരിഞ്ഞു പോയത്. ആ KM മൗലവി അപമാനിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ആ സ്വാത്വികനായ മനുഷ്യന്റെ വെറുപ്പ് തുള്ളികളും രക്തത്തുള്ളികളും ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർത്തു പോന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ദുരാചാരമർദ്ദനം എന്ന പുസ്തകം എഴുതിയ ആ വയോധികൻ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് എന്നും ആവേശമായി നിലകൊണ്ടിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിലിടുകയും ചെയ്തു. പിറ്റേ ദിവസം പൊന്നാനി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കുറ്റവിചാരണക്ക് അദ്ദേഹത്തെ ഹാജരാക്കി. പതിവ് ചോദ്യം പോലെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ ശൗര്യം സ്ഫുരിക്കുന്ന ഒരു യുവാവിനെ പോലെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എന്നെ വെറുതെ പിടിച്ചു കൊണ്ടുവന്നതാണ്.
ഞാൻ ചെയ്ത ഏക കുറ്റം മൊയ്തു എന്നൊരു മകന് ജന്മം നൽകിയിട്ടുണ്ട് എന്നതാണ്. അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞാൻ സമ്മതിക്കാം. മകനെ നേർവഴിക്ക് നടക്കാത്തത് എന്താണെന്നുള്ള മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്റെ മകൻ ഇപ്പോഴും നേർവഴിക്കു തന്നെയാണ് എന്നായിരുന്നു. താനും തന്റെ മകനും സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന് ധൈര്യസമേതം പ്രഖ്യാപിച്ച ആ ജ്ഞാനവൃദ്ധനെ 6 മാസം കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹമായിരുന്നു സുഹൃത്തുക്കളെ കോടഞ്ചേരി മരക്കാർ മുസ്ലിയാർ എന്ന മഹാനായ ഈ മൊയ്തു മൗലവിയുടെ പിതാവ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും മുന്നിൽ നടന്ന മഹാനായ കുട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിത ശ്രേഷ്ഠനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന E.P. ഗോപാലൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം മാത്രം മതി അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ആ ലേഖനം ഇങ്ങനെയായിരുന്നു: MP.യുടെ ആത്മമിത്രമായിരുന്ന കുട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ നല്ലൊരു പണ്ഡിതനും വാഗ്മിയുമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നടത്തുവാൻ അദ്ദേഹം നേതൃത്വം നൽകി. ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തുന്ന ആവേശോജനകമായ പ്രസംഗങ്ങൾ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിച്ചിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയതയുടെയും പ്രബലനായ വക്താവായിരുന്നു കുട്ടിലശ്ശേരി. ആ കുട്ടിലശ്ശേരിയെ ഏറ്റവും അപകടകാരികൾ ഒരാളായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ പരിഗണിച്ചിരുന്നത്. 1923 തലശ്ശേരിയിൽ പട്ടാള നിയമം നിലനിൽക്കുന്ന സമയത്ത് ഖിലാഫത്ത് സമ്മേളനത്തിന് കോഴിക്കോട് നിന്ന് വളണ്ടിയർമാർ സംഘടിപ്പിച്ചു നൽകിയ ഹോം റൂൾ കോയ എന്ന ജനാബ് കോയ എന്നീ പേരുകളിൽ അറിയപ്പെട്ട പൊന്മാടത്ത് മൊയ്തീൻ കോയ എന്ന വിപ്ലവകാരിയെ പലപ്പോഴും കോഴിക്കോട്ടുകാർ പോലും ഓർക്കുന്നില്ല. ആ ഖിലാഫത്ത് സമ്മേളനത്തിൽ ജനാബ് നടത്തിയ പ്രസംഗം കഴിഞ്ഞപ്പോൾ കണ്ണു നിറയാത്തവരായി ആരും തന്നെ അന്നുണ്ടായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യം എക്കാലവും ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗമായിരുന്നു ആംഗ്ലോ ഇന്ത്യൻസ്. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിലേക്ക് വന്നു എന്നത് അത്ഭുതമാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ ടി. ജോൺ ഗോമസ് ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും മുഹമ്മദ് യൂസുഫ് എന്ന പേര് സ്വീകരിക്കുകയും കോഴിക്കോടിൽ സ്ഥിരതാമസമാക്കി സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ സാന്നിധ്യം വഹിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. അക്കാലത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാർമ്മികത്വത്തിൽ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി എന്നൊരു വളണ്ടിയർ കോർ സ്ഥാപിതമായിരുന്നു. യൂണിഫോം അണിഞ്ഞ വളണ്ടിയർമാർ മുഹമ്മദ് യൂസുഫിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി കോഴിക്കോടിന്റെ വിരുമാളിലൂടെ നടത്തുന്ന മാർച്ച് അക്കാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. ഖിലാഫത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയായ ഈ മൊയ്തു മൗലവിയെ കുറിച്ച് പറയാതെ കേരള മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചർച്ചകൾ പൂർത്തിയാവില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വലങ്കയ്യായിരുന്ന മൊയ്തു മൗലവി നൂറ്റാണ്ടിന്റെ സാക്ഷിയായി സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചു. കേരള മുസ്ലിങ്ങളുടെ പൗരുഷത്തിന്റെ രൂപമായ ആറടിക്കാരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളാത്ത ഏത് മലയാളിയാണ് സഹോദരന്മാരെ ഉണ്ടാവുക? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹജൂർ കച്ചേരിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള സംഭവങ്ങളെല്ലാം ഏതൊരു മുസ്ലിമിന്റെയും ഏതൊരു രാജ്യസ്നേഹിയുടെയും സിരകളിലെ രക്തം ചൂടുപിടിപ്പിക്കുന്നവയാണ്. പട്ടാളപ്പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ഉടൻ സാഹിബ് തന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞു, സമയമായി, എനിക്ക് നിസ്കരിക്കണം. ചെവി കൊടുക്കാത്ത പോലീസുകാരനോട് ഒരു സിംഹഗർജനം പോലെ എനിക്കുടൻ നമസ്കരിക്കണമെന്ന് അദ്ദേഹം ഗർജിച്ചപ്പോൾ പോലീസുകാർ നടുങ്ങിപ്പോവുകയും അദ്ദേഹത്തെ നമസ്കരിക്കാൻ അനുവദിക്കുകയുമായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് മുസ്ലിങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കില്ല എന്നൊരു ശ്രുതി പരന്നിരുന്നു. ഉപ്പുചട്ടിയുമായി സാഹിബ് കടപ്പുറത്തേക്ക് നീങ്ങി. ആ രംഗം കവി ശ്രീകുമാരപിള്ള തന്റെ ഒരു കവിതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഉപ്പുവാരാൻ വരും രംഗം, തേജോമയം കൊമ്പനാനതൻ രൂപം. വായിൽ വെള്ളക്കരണ്ടുമായി പിറന്നു വീണ അബ്ദുറഹ്മാൻ സാഹിബ് 47-ാം വയസ്സ് ഏലോകവാസം വെടിയുമ്പോൾ ഒരു വാച്ചും കണ്ണടയും ഒരു പേനയും കുറച്ച് വസ്ത്രങ്ങളും മാത്രമേ സമ്പാദ്യമായി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം നാടിനും ദീനിനും വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ അബ്ദുൽ കലാം ആസാദിന്റെയും അലി സഹോദരന്മാരുടെയും എല്ലാം സാന്നിധ്യം
സ്വാതന്ത്ര്യ സമര രംഗങ്ങളെ സജീവമാക്കിയിരുന്നു. മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ നവോത്ഥാന രംഗത്തെ സംഭാവനകൾ ഒരു പർവ്വതം പോലെ നിറഞ്ഞു നിൽക്കുന്നവയാണ്. ഈ പൈതൃകത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് രാജ്യസ്നേഹത്തിന് അഭിമാനം കൊണ്ടുകൊണ്ട് സഹോദരന്മാരെ, ഒരു യഥാർത്ഥ ഇന്ത്യനായി യഥാർത്ഥ മുസൽമാനായി നാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എന്നോടെന്ന പോലെ നിങ്ങളോടും ഈ അവസരത്തിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്. സംഘർഷരഹിതമായ ജനാധിപത്യ മൂല്യങ്ങളിലും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യക്ക് വേണ്ടി നാം നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത മുസ്ലിം ധീരദേശാഭിമാനികളെ കുറിച്ച് അനുസ്മരിച്ച് സംസാരിച്ച ജനാബ് IMK അഹമ്മദ് സാഹിബിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്നുള്ള ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് KMCC നാഷണൽ ജനറൽ സെക്രട്ടറി ജനാബ് അർഷുൽ അഹമ്മദ് സാഹിബാണ്. അദ്ദേഹം റിയാദ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലെ റിയാദ് ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം മൈക്കെടുക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ 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 കേൾക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 67 വർഷം പൂർത്തിയാവുകയാണ്. നൂറ്റാണ്ടുകളുടെ പ്രക്ഷോഭങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം ലഭ്യമായത് എന്നത് നമ്മൾക്കെല്ലാം അറിവുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജാതി മത ഭാഷ ചിന്തകൾക്കതീതമായി ഇന്ത്യൻ ജനത ഒരുമിച്ച് പോരാടിയതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് മഹത്തായ സ്വാതന്ത്ര്യം ലഭിച്ചത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നൂറ്റാണ്ടുകൾ സാമ്രാജ്യത്വത്തിന്റെ നുകത്തിന് കീഴിലായിരുന്ന ഇന്ത്യ രാജ്യം 1498 കാപ്പാട് വാസ്കോഡി ഗാമ വന്നിറങ്ങിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം ഇന്ത്യയിൽ വ്യാപകമായി നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കാൻ തുടക്കം കുറിച്ചത്. 1498 വാസ്കോഡി ഗാമ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങുമ്പോൾ അന്ന് തന്നെ നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ, ചരിത്രത്തിൽ വായിക്കപ്പെട്ടതുപോലെ, ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ വാസ്കോഡി ഗാമ രംഗത്ത് വരുന്ന ആ ഘട്ടത്തിൽ തന്നെ ലോകത്ത് അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധീശത്വത്തിന് കീഴിലുണ്ടായിരുന്ന 67 രാഷ്ട്രങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെ ബ്രിട്ടന്റെ കീഴിൽ അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ പോർട്ടുഗീസുകാർ വാസ്കോഡി ഗാമ രംഗത്ത് വരുമ്പോൾ പോർട്ടുഗീസുകാരും അന്ന് ലോക സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ലോകത്തെ 67ഓളം രാജ്യങ്ങൾ ബ്രിട്ടന്റെയും പോർട്ടുഗീസിന്റെയും അധീനതയിലായിരുന്ന, അഥവാ അന്നത്തെ വൻകിട സാമ്രാജ്യത്വ ശക്തികളുടെ അധീനതയിലായിരുന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാരോട് അന്നത്തെ മസ്ജിദുകൾ കേന്ദ്രമായി പള്ളി ഇമാമുമാർക്ക് കത്തെഴുതി ഈ പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനാണെന്നും കച്ചവട താല്പര്യം മാത്രമല്ല അവർക്കുള്ളത് എന്ന് ലോകത്താദ്യമായി ഈ ഭീഷണിയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവബോധം നടത്തിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒന്നാമനായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഈ രാജ്യത്തിലെ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടങ്ങളുടെ ഒന്നാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിനെയാണ്. അതിനുശേഷം
നമ്മൾക്കറിയാം ബ്രിട്ടീഷ് അധീശത്വത്തിൽ ഇന്ത്യ കടന്നു വന്നപ്പോ 1857 ശിപായി ലഹള എന്നും മഹത്തായ വിപ്ലവം എന്നും അറിയപ്പെടുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നുവെന്നത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് ബോധ്യമുള്ളതാണ്. അന്നത്തെ ഇന്ത്യയിലെ ഒന്നാം നിര സമൂഹങ്ങൾ എന്ന് പറയുന്നവർ, ഇന്ത്യയിലെ സവർണ തമ്പുരാക്കന്മാർ ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റു മതന്യൂനപക്ഷങ്ങളിൽ അഥവാ ബ്രിട്ടന്റെയും പോർട്ടുഗീസുകാരുമായും മതപരമായ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾക്കിടയിലും അന്ന് സാമ്രാജ്യത്വത്തിന് കൃത്യമായി അനുകൂലമായ അല്ലെങ്കിൽ പാദസേവ ചെയ്യുന്ന നിലപാട് പ്പെട്ടപ്പോ ഈ ലോകത്ത് ആദ്യമായി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ശബ്ദവും ശക്തിയും അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായിരുന്നു രംഗത്ത് വന്നത് എന്നത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾക്കറിയുന്നത് പോലെ ബഹാദൂർ ഷാ സഫറും അതുപോലെ തന്നെ ഗാന്ധിയ തോപ്പിയും ഖാജാ നജീം ഷായും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നമ്മൾ കൃത്യമായി അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ചരിത്രം വളച്ചൊടിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നിലപാടിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ എഴുതിയുണ്ടാക്കിയ ചരിത്രങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ ചില തെറ്റായ സന്ദേശങ്ങൾ നൽകാനും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭ രംഗത്ത് ധീരമായ പോരാട്ടം നടത്തിയ ഒരു വലിയ വിഭാഗത്തെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി എന്നത് ഏറെ ദുഃഖകരമാണ്. നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പ്രക്ഷോഭം നടത്തിയ മുസ്ലിം സമൂഹം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഏതെങ്കിലും സാമ്രാജ്യത്വത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ഉൾക്കൊള്ളാനാകാതെ അസ്വാതന്ത്ര്യത്തോട് ജീവിക്കുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി തന്നെ സാധ്യമല്ലാത്ത ഒന്നതാണ് എന്നതുകൊണ്ടാണ് ലോകത്തെവിടെയും ഇത്തരം സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ മുന്നണി നിരയിൽ മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായ പോരാട്ടം നടത്തിയ ആളുകൾ. നമ്മൾ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏകപക്ഷീയമായി ചരിത്ര വായന നടത്താനും ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. നമ്മൾക്കറിയുന്നത് പോലെ അഹിംസാ സിദ്ധാന്തം മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായത് എന്നത് ഒരു അവിതർക്കിതമായ വസ്തുതയാണ്. ഞാൻ അഹിംസാ നിലപാടുകളെ ചെറുതാക്കി കാണുകയല്ല, പക്ഷേ അഹിംസാ നിലപാടുകൾക്കപ്പുറം സായുധരായ 10,000-കണക്കിന് ആളുകളെ നമ്മൾക്കറിയുന്നത് പോലെ 10,000-കണക്കിന് പാവങ്ങളായ നിരായുധരായ മനുഷ്യരെ വാഗൺ ട്രാജഡിയിലും അതുപോലെ തന്നെ അങ്ങ് പഞ്ചാബിലുമൊക്കെ 10,000-ങ്ങളെ കൊന്നൊടുക്കിയ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കരുണയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത പാവങ്ങളായ മനുഷ്യരെ നിരന്തരമായി കൊന്നൊടുക്കിയ ഒരു സാമ്രാജ്യത്വത്തോട് അഹിംസാ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യ അവർ വിട്ടുപോയത് എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മൾക്ക് ചെറുതായിക്കൂടാ. അഹിംസാ നിലപാട് സ്വീകരിച്ചവരും ഇന്ത്യൻ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം ധീരമായി സായുധ പോരാട്ടം നടത്തിയ ഒരുപാട് പ്രഗത്ഭമതികളുണ്ട്. നമ്മൾക്ക് ചരിത്രത്തിൽ വായിച്ചതുപോലെ ഷേർ അലിയെ പോലെ ഉൾപ്പെടെയുള്ള ആളുകൾ. ഷേർ അലി വഹാബി മൂവ്മെന്റിന്റെ വക്താവാണ് എന്നാണ് ചരിത്രത്തിൽ ഇംഗ്ലീഷുകാർ എഴുതി ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ അന്നത്തെ വഹാബി മൂവ്മെന്റ് വഹിച്ച പങ്കിനെ കുറിച്ച് നമ്മൾക്കറിയാവുന്നതാണ്. ലോകവ്യാപകമായി തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവരാണ് വഹാബി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന അന്നത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചെറുപ്പക്കാരനായിരുന്ന യുവാവായിരുന്ന ഷേർ അലി തന്നെ നാടുകടത്തി അന്തമാൻ ദ്വീപിലേക്ക് തന്നെ നാടുകടത്തപ്പെട്ടപ്പോ വർഷങ്ങൾ ആ അന്തമാൻ ദ്വീപിൽ താൻ കാത്തിരുന്ന് അന്നത്തെ ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധനായിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയിയെ ധീരമായി ബ്രിട്ടീഷ് വൈസ്രോയിയെ കൊലപ്പെടുത്തി. അതിന്റെ പേരിലാണ് നമ്മൾക്കറിയുന്നത് പോലെ ഷേർ അലി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രശസ്തനായ ചെറുപ്പക്കാരൻ, യുവാവ്, ആദർശശാലിയായ സ്വതന്ത്ര പോരാളി ബ്രിട്ടീഷുകാരന്റെ കൈമരത്തിൽ ഏറേണ്ടി വന്നത് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾക്കറിയുന്നത് പോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാരിയംകുന്നത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെയും ഈ ദ്വീപിലേക്ക്
ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്നുവെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്തോമാൻ ദ്വീപിൽ വെച്ചാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രിയപ്പെട്ട പിതാവ് വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജി അവസാന ശ്വാസം വലിച്ചത് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങൾ സാമ്രാജ്യത്വത്തിന് നികുതി എടുക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയത് ആലി മുസലിയാർ എന്ന ധീരനായ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഒരുപാട് ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നതൊരു വസ്തുതയാണ്. നമ്മൾക്കറിയാം, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന INA-യുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് തന്നെ പറഞ്ഞത് തന്റെ ഈ സായുധ പോരാട്ടങ്ങൾക്ക്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രചോദനമായത് ഷേർ അലിയാണെന്നാണ്. ഷേർ അലിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയപ്പോ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടപ്പോ ആ ഖബർ സന്ദർശിക്കാൻ ആർജവം കാണിച്ച ഇന്ത്യയിലെ ഏകദേശീയ രാഷ്ട്രീയ നേതാവും സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നുവെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ബീഗം ഹസ്രത്ത് മഹലിനെ പോലെ, ബീഗം മറിയം ബീയമ്മയെ പോലെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. ഒരു വേള തിഹാർ ജയിലിന്റെ മുമ്പിൽ തന്റെ ഒരു വേള മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും പ്രിയപ്പെട്ട മാതാവ് ആ ജയിലിന്റെ പുറത്തിരിക്കുകയാണ്. അതുവഴി വന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആ സഹോദരിയോട് ചോദ്യമുന്നയിക്കുകയാണ്, എന്തിനാണ് അങ്ങ് ഇവിടെ ഇരിക്കുന്നത്, അങ്ങയുടെ മക്കൾക്കൊന്നും പറ്റുകയില്ല എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞത്, മൗലാന മുഹമ്മദ് അലിയുടെയും ധീരയായ ആ മാതാവ് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ മക്കളെ അവർ എന്തെങ്കിലും ചെയ്യും എന്ന ഭയപ്പാട് കൊണ്ടല്ല, നേരെ മറിച്ച് എന്റെ മക്കൾ അവരോട് മാപ്പ് പറഞ്ഞു ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ എന്റെ ശുഷ്കിച്ച വാർദ്ധക്യം ബാധിച്ച എന്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ അവരെ വധിക്കും എന്ന് പറയാൻ ആർജവം കാണിച്ച മറിയം ബീയമ്മയുടെ, മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും മാതാവിന്റെ ധീരമായ പോരാട്ടത്തിന്റെ ചരിത്രവും നമ്മൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ സ്വാതന്ത്ര്യ പ്രക്ഷോഭ രംഗത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിയവരാണ് മുസ്ലിങ്ങൾ എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾക്കറിയാം, ഇപ്പോഴാണ് ജോസഫ് പുലിക്കുന്നേൽ എന്ന മുൻ പോലീസ് മേധാവി ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നത്, വിശ്വാസപരമായി കൂടി ചില താല്പര്യങ്ങൾ പോർട്ടുഗീസുകാർക്കുണ്ടായിരുന്നു എന്നതും പോർട്ടുഗീസുകാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് കച്ചവട താല്പര്യത്തിന് മാത്രമായിരുന്നില്ല, അന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആത്മീയ നേതാവായിരുന്നുവെന്ന് ഇന്ന് പുസ്തകത്തിൽ എഴുതിയത് ജോസഫ് പുലിക്കുന്നേലാണ് എന്നത് നമ്മൾ വായിക്കാൻ തയ്യാറാകണം. അങ്ങനെ സാമ്രാജ്യത്വത്തിനെതിരായി നമ്മൾക്കറിയാം, തുഫത്തുൽ മുജാഹിദീൻ എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദിതമായ ഗ്രന്ഥത്തിന്റെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ എഴുതിയ തുഫത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രക്ഷോഭത്തിന് ഇന്ത്യ ശക്തി പകരാൻ ഒരുപാട് കാവ്യങ്ങളും കവിതാ ശകലങ്ങളും അന്ന് സൃഷ്ടിക്കപ്പെട്ടതും മുസ്ലിം സമൂഹത്തിന്റെ രംഗത്ത് നിന്നായിരുന്നുവെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പലപ്പോഴും തിരസ്കരിക്കാൻ ശ്രമിച്ച, തമസ്കരിക്കാൻ ശ്രമിച്ച ഇത്തരം ചരിത്രങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇത് പുതിയ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാകണം. കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ തിരുത്താൻ നമ്മൾക്ക് സാധ്യമായി എന്ന് വരില്ല. പക്ഷേ ചരിത്രങ്ങൾ തിരുത്തുക എന്നതിലപ്പുറം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രങ്ങൾ പുതിയ ജനറേഷനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ്. നമ്മുടെ നാടിന്റെ പവിത്രമായ സ്വാതന്ത്ര്യം എന്ന ധാരണ നമ്മൾ പുതിയ സമൂഹത്തിലും പ്രചരിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പഠിക്കാൻ തയ്യാറാവുക. നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നാട് പതിറ്റാണ്ടുകൾ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച്, അന്ന് ബ്രിട്ടീഷ് സമൂഹത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ പാദസേവ ചെയ്ത പലരും വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ഒക്കെ ഉന്നതമായ ഔന്നിത്യത്തിലേക്ക് കടന്നുപോയപ്പോ നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി അവരുടെ വിദ്യാഭ്യാസത്തിന് കൂടെ എതിരായ നിലപാട് സ്വീകരിക്കാൻ ഈ സമൂഹത്തിലെ ചെറിയ ശതമാനമെങ്കിലും വലിയ ശതമാനം ചെറിയൊരു ശതമാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നു എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം തിരസ്കരിച്ച ഈ ചരിത്രങ്ങൾ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ധീരമായ പോരാട്ടം നടത്തിയ നമ്മുടെ പൂർവികന്മാരെ കുറിച്ച്, അവരുടെ മഹത്തായ ജീവിത സന്ദേശങ്ങളെ കുറിച്ച് തിരിച്ചറിവോടെ പഠനങ്ങൾക്ക് അവസരം സൃഷ്ടിക്കാൻ നമ്മൾ തയ്യാറാവുക. 67 വർഷക്കാലം നമ്മൾ ഈ രാജ്യത്ത് സ്വതന്ത്രത്തോടുകൂടി ജീവിച്ചു. നമ്മൾ അങ്ങനെ നമ്മളുടെ മതസ്വാതന്ത്ര്യം, നമ്മൾക്കറിയാം ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ നമ്മൾക്ക് ഉയർത്തി കാണിക്കാവുന്ന ഒരു നാമമാണ് നമ്മൾ ഭാരതീയരാണ് എന്നത്. ലോകത്ത് ഇങ്ങനെ ഒരു മതസ്വാതന്ത്ര്യമുള്ള, വിശ്വാസ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം നിലവിലില്ല എന്നത് അവിതർക്കിതമായ
അവിചാരിതമായ ഒരു സത്യം മാത്രമാണ്. ലോകത്ത് മതാധിഷ്ഠിത രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യക്കാരെ പോലെ തങ്ങളുടെ വിശ്വാസങ്ങൾ അങ്ങനെ ആചരിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധ്യമാകുന്ന മറ്റൊരു കേന്ദ്രം ലോകത്തില്ല എന്നൊരു പരമാർത്ഥമാണ്. നമ്മൾ ഇന്ത്യക്കാരനാണെന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനത്തോടുകൂടി തന്നെ അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നമ്മൾക്ക് പറയാനാകണം, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഭാരതീയനാണെന്ന്. നമ്മളുടെ വിശ്വാസങ്ങൾ സ്വാതന്ത്ര്യത്തോടെ സംരക്ഷിക്കാൻ നമ്മുടെ നാടിന് സാധ്യമാകും. അങ്ങനെ സാധ്യമല്ലാത്ത അവസ്ഥകൾ വരുമ്പോ അതിനെതിരായ പോരാട്ടങ്ങൾക്ക് കൂടി പങ്കാളിത്തം വഹിക്കേണ്ടവരാണ് വിശ്വാസി സമൂഹം എന്നതുകൊണ്ട് തന്നെ നമ്മൾ അപകർഷതാബോധമുള്ളവരായി നമ്മൾ ഉൾവലിയുന്ന അവസ്ഥകളിൽ ഈ സമൂഹം കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾക്ക് ഇന്ത്യയുടെ മഹത്തായ സന്ദേശം എത്തിക്കാനും നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനകരമായ ബോധം പുതിയ സമൂഹത്തിൽ കൊണ്ടുവരാനും ന്യൂ ജനറേഷനിൽ ഈ നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്താനുള്ള അവസരം സൃഷ്ടിക്കാനും ഈ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് എനിക്കിതിന് അവസരം നൽകിയ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികളോട് കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ KMCCയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ചുമ്മാ മതിയില്ലല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട അർഷുൽ അഹമ്മദ് KMCC നാഷണൽ സെക്രട്ടറി, അദ്ദേഹത്തിന് കേരള ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ കൊല്ലം പറവൂർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം നിങ്ങളിൽ എത്തുന്നതെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ആരെങ്കിലും ഒരു എസ് അടിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കേൾക്കാമോ? യെസ്, താങ്ക് യു. അല്ല, ഇവിടെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് വിവിധ പ്രാസംഗികർ വളരെ നന്നായി തന്നെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ ചിന്തകളുടെ പല വശങ്ങളാണ് എനിക്ക് പലരിൽ നിന്നും കേൾക്കാനായത്. ഏകപക്ഷീയമായ നമ്മുടെ ചരിത്ര വായന യുടെ ഒരു അപകടം പലപ്പോഴും എനിക്ക് നേരിട്ട് കാണാനായി. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ മൊത്തം ചരിത്രം തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ വശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. വീണ്ടും നമ്മുടെ ഇടയ്ക്കുള്ള ഒരുതരം അകൽച്ച വർദ്ധിക്കാൻ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയ്ക്കുള്ള അകൽച്ച വർദ്ധിക്കാനേ ഇത്തരം സമീപനങ്ങളും ഇത്തരം വിലയിരുത്തലുകളും സാധ്യമാകൂ എന്ന് ഉള്ള ആമുഖത്തോടുകൂടി ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യ സമരം, അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. കാരണം വിവിധ പ്രാസംഗികർ ഇവിടെ അത് വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് 67-ാം അല്ല 68-ാം സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആരും പരാമർശിക്കപ്പെടാതെ പോയ ഒരു വലിയ വിഷയമാണെന്ന് തോന്നുന്നു എനിക്ക്. 68 ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ രാജ്യം ഇന്ന് നിയോ കൊളോണിയൽ പുത്തൻ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് ഇന്ന് കുത്തകകളുടെയും സാമ്രാജ്യത്വത്തിന്റെയും ചൂഷണത്തിന്, ഏറ്റവും ക്രൂരമായ കൊടിയ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നാം ഇതിനെക്കുറിച്ച് നിശബ്ദനാകുകയും അല്ലെങ്കിൽ കഴിഞ്ഞകാല നമ്മുടെ പെരുമകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാം സ്വതന്ത്രരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റുകളുടെ ഏജന്റുമാരായി നിന്നിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടായ കിടമത്സരം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ കാണാനായത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിവിധ കോർപ്പറേറ്റുകളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള, വിവിധ സാമ്രാജ്യ ശക്തികളുടെ കൊടിയ ചൂഷണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരും മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ്സുകാരന്റെ അല്ലെങ്കിൽ ഇന്ത്യ ഇത്രയും നാൾ ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കിയ വിദേശ രാഷ്ട്രങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ട് ഇന്ത്യയെ സമർപ്പിച്ച കോൺഗ്രസ്സുകാരന്റെ നീണ്ട കാലത്തെ ഭരണത്തിന് ശേഷം ഇന്നിപ്പോ പുതുതായി ഇവിടെ ഉദയം ചെയ്തിരിക്കുന്ന മോദി എന്ന
എന്താ പറയുക ഫാസിസ്റ്റിന്റെ ഭരണകൂടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് വിവിധ മേഖലകളിൽ നാം ഇന്ന് കൊടിയ സാമ്രാജ്യത്വ ചൂഷണത്തിന് വിധേയമാകാൻ പോവുകയാണ്. നമ്മുടെ വായുവും വെള്ളവും മണ്ണും ഒക്കെ വിദേശ രാഷ്ട്രങ്ങൾക്ക് കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകളെ വിലയിരുത്തപ്പെടേണ്ടതും നമ്മുടെ രാജ്യം എത്രത്തോളം സ്വതന്ത്രമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതും. നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ദുസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആദിവാസികളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിൽ ഇന്ന് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിലേക്ക് താഴെ നിൽക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത എന്ന നിലയ്ക്ക് ആദിവാസികളുടെ അവസ്ഥ പരിഗണിക്കപ്പെടാൻ ആരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്? ആദിവാസികളെ മനുഷ്യരായി പരിഗണിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്? കുറെ മുദ്രാവാക്യങ്ങളും കുറെ എന്താ പറയുക ഓഫറുകളുമല്ലാതെ ആദിവാസികളുടെ പേരും പറഞ്ഞ് കുറെ ഫണ്ട് റിലീസ് ചെയ്യുക, അത് താഴേക്കടയിലുള്ള പ്രവർത്തകർക്ക് വീതിച്ച് കഴിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നത് കവിഞ്ഞ് കൃത്യമായി ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് സർക്കാരുകളാണ് കൃത്യനിഷ്ഠമായി എന്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് തുറന്നു പറയാനാകുമോ? ഇവിടുത്തെ നമ്മുടെ സാമ്പത്തിക രംഗം, ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെ കുത്തകകളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രകൃതി വിഭവങ്ങളൊക്കെ തന്നെ കുത്തകൾക്ക് തീരെഴുതി കൊടുക്കുന്നു. നമ്മുടെ കൃഷിഭൂമികളൊക്കെ തന്നെ അപ്രത്യക്ഷമാകുന്നു. ഇതൊക്കെ തന്നെ കുത്തകകൾക്ക് ഫാക്ടറി ഉണ്ടാക്കാനും അവരുടെ ധനസമാഗമനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളായി മാത്രം ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ നദികൾ വരെ വിറ്റഴിക്കാൻ പോകുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് കൂടുതൽ തീക്ഷ്ണമാകാൻ പോകുന്ന ചൂഷണത്തിലേക്കാണ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നാം സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ നാം ഇന്ത്യൻ രാജ്യം 68 വർഷമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, അതിന്റെ സോപാനങ്ങളിൽ നാം ഇങ്ങനെ നിദ്രയിലാണ് എന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കുന്നവർ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭാവിയുടെ പ്രശ്നങ്ങളാണ്. വരും തലമുറയ്ക്ക് നാം ഏത് ഇന്ത്യയാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്? 47-ന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയേക്കാൾ വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇവിടെ ഇന്ത്യ ഭരിച്ചു മുടിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുല്യ പങ്കാളിത്തമാണുള്ളത്. ഇവിടെ ഭരണത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് റൂളിംഗ് പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിന് തുല്യ ഉത്തരവാദിത്വമാണുള്ളത്. കാരണം ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇന്ത്യയുടെ വിധിഭാഗതയെ നിർണ്ണയിക്കാൻ പ്രാപ്തമായ ഭരണകൂടത്തിനെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ ഇന്ത്യ ഈ വിദേശ കുത്തകകൾക്കും കോർപ്പറേറ്റുകളുടെയും ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും കൊടിയ ചൂഷണവും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഇവിടെ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ പറയുക, വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ, കൈക്കൂലിയുടെയും കരിഞ്ചന്തയുടെയും മാത്രം പ്രശ്നങ്ങളായി ചുരുങ്ങുന്നു. മറിച്ച് രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം, ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സ്വാതന്ത്ര്യ ചിന്തകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് നാം കൈമാറാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന പ്രശ്നത്തിലായിരിക്കണം. നമ്മുടെ മണ്ണിന്റെയും നമ്മുടെ വെള്ളത്തിന്റെയും നമ്മുടെ അന്തരീക്ഷത്തിന്റെയും നമ്മുടെ വനങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിലയിരുത്തപ്പെടണം. ഇന്നിപ്പോ ഇത്രയും നാൾ നടത്തിക്കൊണ്ട് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം എങ്ങനെയെങ്കിലും ഇന്ത്യ ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളെ പോലെ ഏകാധിപത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ വളരെ ഭീകരമായ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങൾ അതിജീവിച്ച രാഷ്ട്രമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഇവിടെ ഏതോ ഒരു പ്രാസംഗികൻ വളരെ ഇന്ദിരാഗാന്ധിയുടെ നന്മകളെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ എന്താ പറയുക, ഗോൾഡൻ ടെമ്പിൾ, നമ്മുടെ സുവർണ ക്ഷേത്രത്തിന്റെ തകർച്ചയും പഞ്ചാബികളെ ഡൽഹിയിലിട്ട് വെടിവെച്ച് കൊന്നതും വെട്ടിക്കൊന്നതും വിസ്മരിക്കുകയുണ്ടായി. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ മാത്രം പ്രശ്നമായി ഇത് ചുരുങ്ങിപ്പോകുന്നത്? സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയാണോ? ഏറ്റവും താഴേക്കടയിലുള്ള ആദിവാസികൾ വരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥ വരെ ഇന്ത്യ സ്വതന്ത്രമാകുന്നില്ല. ഇന്ന് ആദിവാസികൾ കൊടിയ ചൂഷണത്തിന് വിധേയനാകുമ്പോൾ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, അവരുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഏത് സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത്? Assalamualaikum warahmatullahi wabarakatuh. Kembali saat ini
സ്വാഗതം. എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇസായി പ്രസ്ഥാനത്തിന്റെ പങ്ക് വളരെയധികം നിർവചനീയമാണ്. കാരണം ഇസായി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തീരെ തീരെ പോരാടിയവരാണ്. മൗലാന അബുൽ കലാം ആസാദ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM ഷേഖ് സാഹിബ്, അബ്ദുൽ റഹ്മാൻ സാഹിബ്, ഈ മൗലവി മൗലവി ഇത് ആദ്യകാല ഇസ്രായേൽ നേതാക്കന്മാരും പണ്ഡിതന്മാരൊന്നും മാത്രമല്ല, ഇസ്രായേൽ ഇന്ത്യൻ ജനതകളോട് ഇന്ത്യക്ക് വെളിയിലുള്ള ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ധീരെ ധീരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് ബഹുമാനത്തിന്റെ അക്കാലത്തിന്റെ വാക്ക് ഉപയോഗിച്ചാൽ ഇന്ത്യക്കാരെ അഭിമുഖീകരിച്ച് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു: എന്റെ ഇന്ത്യൻ സഹോദരങ്ങളെ, കോടിക്കണക്കിന് അംഗബലമുള്ള നിങ്ങളെല്ലാം വീഴ്ചകളായിരുന്നുവെങ്കിൽ പകരമായി നിങ്ങൾ വരുന്ന ബ്രിട്ടീഷുകാരുടെ കഥകൾ അടുപ്പിക്കാൻ നിങ്ങളുടെ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. കോടികൾ കഴിഞ്ഞ് നിങ്ങൾ യേശുവിനെ ആമുകളാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ആളുകൾ മുറിച്ചു കടന്ന് ഇങ്ങനെ പറഞ്ഞു അതിന്റെ കഥകൾ വഴിയിലേക്ക് താഴ്ത്താൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. ഇതാണ് ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ സ്വന്തം നാട്ടിലും വിദേശത്തുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ രാജ്യത്തിന്റെ തന്റെ മതത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ മാതിരി തന്റെ നാട്ടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാന്മാരായിരുന്നു. ഇങ്ങനെ ഒരുപാട് നിരവധി നേതാക്കളും പണ്ഡിതന്മാരും ഒരു സാധാരണക്കാരായിരുന്നില്ല, ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രസ്ഥാനത്തിന് അവകാശം ഉന്നയിക്കാനൊന്നും അർഹത ഉണ്ടായിരുന്നു. പക്ഷേ ദുഃഖകരെന്ന് പറയട്ടെ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിഭജനത്തിന്റെ ദുർഭൂതത്തലയിൽ കെട്ടിവെച്ച് കൊണ്ടാണ് ഇന്ന് ചരിത്രങ്ങൾ വളച്ചെടുത്തുകൊണ്ട് പോകുന്നത്. 1906 ബംഗാൾ വിഭജനത്തിന് ശേഷം ആ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ തലയിലാണ് കെട്ടിവെച്ചത്. പക്ഷേ അതിന് ഉത്തരവാദികൾ മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ അതില്ലാത്ത ആൾക്കാർ ആ വിഭജനത്തിൽ നിന്ന് പിന്നെ പ്രവർത്തിച്ച അണിയറ ശില്പികൾ ഇന്ന് രാജ്യത്തിന്റെ ദേശസ്നേഹികളായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഇന്ന് കാണുന്നത്. എന്ത് കാര്യത്തിനും ഇഷ്ടമില്ലാത്തതിന്റെ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് മാതിരി ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നാം പ്രതികളാക്കി മാറ്റുന്ന ഈ ഗതികാര് ജനസമൂഹം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്, അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുരളി സാർ പറഞ്ഞ പീഡിത വർഗങ്ങളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ഇല്ലാതെ ഇന്ത്യ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. അവർക്ക് വേണ്ടി സംസാരിക്കണം. രാഷ്ട്രീയക്കാർ അവരുടെ താൽക്കാലിക ലാഭം മാത്രമാണ് നോക്കുന്നത്. അവരെന്തെങ്കിലും അത് ഏത് രാഷ്ട്രീയക്കാരാകട്ടെ, വെള്ളാകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, അവർക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രം. അതാണ് അവർക്ക് നേട്ടം. ആ രാഷ്ട്രീയക്കാരെ മുന്നേറ്റം ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റ് സമുന്നതരായ നേതാക്കളും ബുദ്ധിജീവികളും ഇതിനെതിരെ കൈകോർക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഈ വൈകിയ വഴിയിലെങ്കിലും ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. ഹലോ സുഹൃത്തുക്കളെ, സോറി, ഞാൻ ചാടിയതല്ല. എന്നോട് മൈക്ക് എടുത്തോളാൻ പറഞ്ഞിരുന്നു. കാരണം നേരത്തെ എൻ്റെ മൈക്ക് ഞാൻ അറിയാതെ പോയതാണ്. ഓക്കെ, സോറി. അപ്പോൾ ഞാനിവിടെ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്കിലാണ് എന്ന പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായി സംസാരിക്കാൻ ആഗ്രഹിച്ചത്. കാരണം ഇന്ത്യയുടെ സർവാധിപത്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യൻ ജനതയുടെ പുരോഗമന അല്ലെങ്കിൽ ഭാവി സ്വപ്നങ്ങളൊക്കെ തന്നെ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇന്ന് നാം വിദേശ രാഷ്ട്രങ്ങളുടെ കോർപ്പറേറ്റുകളുടെ പിടിയിലായി അകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നാം മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ പഴയകാല ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും മറ്റു വാര്യംകുന്നത്തും ഒക്കെ നേതൃത്വം കൊടുത്ത സമരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നാം ഇന്ന് ആയി മാറേണ്ടിയിരിക്കുന്നു. ഇന്നൊരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ രാജ്യദ്രോഹികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇവിടുത്തെ ഒരു പുതിയ അവബോധം, ഒരു പുതിയ സ്വാതന്ത്ര്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായും സ്വന്തം കാലിൽ നിൽക്കാനാകുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും നാം വിദേശ കടങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ ഈ മന്ത്രിസഭയിൽ തന്നെ ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയുണ്ടായി കേരളത്തിനെ കുറിച്ച്. ഇനി 1 ഇഞ്ച് റോഡ് പോലും BOT അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടാക്കില്ല എന്ന്.
സർക്കാരുകൾ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ സർക്കാരുകൾ വെറും പ്രൊവൈഡർ ആകേണ്ടടുത്ത് വെറും ഫെസിലിറ്റേറ്ററായി മാറുന്ന അവസ്ഥയിലേക്കാണെന്ന്. ഇന്നെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുത്തകകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ കുറെ പൈസ പോക്കറ്റിൽ ഇട്ട് ബാക്കി പൈസ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഇന്ത്യൻ ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, അവരുടെ യാത്രാ പ്രശ്നം, ഇതൊക്കെ തന്നെ സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. അല്ല ഒരു ഇഞ്ച് പോലും റോഡ് ഇനി സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ ചെലവാക്കി ഉണ്ടാക്കാൻ കഴിയില്ല എന്നും ഇതൊക്കെ തന്നെ ഇനി വിദേശ രാജ്യങ്ങൾ വന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുത്തക കമ്പനികൾ വന്ന് റിലയൻസിനെ പോലെ ടാറ്റയെ പോലുള്ള കുത്തകകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രാജ്യത്ത് മൊത്തം തീരെഴുതി കൊടുക്കാനുള്ള വിദേശ കോർപ്പറേറ്റുകളുടെ ഒരു താവളമാക്കി മാറ്റാനുള്ള പുതിയ രാഷ്ട്രീയ സമീപനങ്ങൾ നാം എതിർക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് മൻമോഹൻ സിംഗ് ആണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും ഇന്ന് ഈ അവസ്ഥയുടെ ഏറ്റവും നല്ല വക്താവായി മാറി മുന്നോട്ട് വന്നിരിക്കുന്നത് മോദി തന്നെയാണ്. ഇന്ന് മൻമോഹൻ സിംഗിനേക്കാൾ കോർപ്പറേറ്റുകൾക്ക് മോദി അക്സെപ്റ്റബിൾ ആകുന്നത് അത് ഗുജറാത്തിൽ മോദി നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മൊത്തം തന്നെ ഗുജറാത്തിന്റെ വികസനത്തെ വിലയിരുത്തപ്പെടുമ്പോൾ ഇതൊക്കെ തന്നെ കോർപ്പറേറ്റുകളുടെ മാത്രം വികസനമായിരുന്നു എന്നും ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന് പബ്ലിക് സെക്ടറിൽ അവിടെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടില്ല എന്ന സത്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ ഈ രൂപത്തിൽ അല്ല മാറേണ്ടത്. ഭരണകൂടങ്ങൾക്ക് ജനങ്ങളോടാണ് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത്, കോർപ്പറേറ്റുകളോടും സാമ്രാജ്യത്വങ്ങളോടല്ല എന്ന പ്രശ്നം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വീണ്ടും തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നതിന്റെ പ്രധാന കാരണക്കാർ ഇന്ത്യ കട്ടുമുടിച്ച രാഷ്ട്രീയക്കാരുടെ തന്നെയാണ്. ഞാൻ ചുരുക്കുന്നു. സമയ ക്ലിപ്തത പാലിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ്. കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും സമയം അനുവദിക്കാത്തുണ്ട്. എന്നാലും എനിക്കൊരു അവസരം തന്നതിന് ഈ റൂമിന്റെ സാരഥികളോട് വളരെ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ സംസാരിച്ച ശ്രീ മുരളി സാറ്, അതുപോലെ നമ്മുടെ അത്താവുള്ള സാഹിബ്, എല്ലാവർക്കും ക്ലാസ് റൂമിന്റെ കൃതജ്ഞതയുണ്ട്. സഹോദരങ്ങളെ, നമ്മള് ഇപ്പൊ ഇവിടെ മുരളി സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുപോയി. ഭാവി സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാവി സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു എന്നൊക്കെ പറയേണ്ടായി അദ്ദേഹം. സത്യത്തില് അത്തരം ഒരു നിലപാടിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം കോർപ്പറേറ്റ് വൻകിട കുത്തക ശക്തികൾക്ക് രാജ്യത്തെ വായു, വെള്ളം, അതുപോലെ മറ്റുള്ള അമൂല്യ സമ്പത്തുകൾക്ക് അടിയറ വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ ആയുധമായി കൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ പോലെയുള്ള യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാത്ത രാജ്യങ്ങൾ നടത്തുന്ന കോടാനകോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദേശ നയങ്ങളിൽ അങ്ങേയറ്റം നെഹ്റുവൊക്കെ സ്വീകരിച്ച വിദേശ നയങ്ങളിൽ വെള്ളം ചേർത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒറീസ പോലെയുള്ള ആസാം പോലെയുള്ള രാജ്യങ്ങളിൽ വസിക്കുന്ന പാവപ്പെട്ടവരായ മുസ്ലിങ്ങൾ അടക്കമുള്ള അധകൃത വർഗം, ന്യൂനപക്ഷം, അവർക്ക് വിദ്യാഭ്യാസമില്ല, കറണ്ടില്ല, അതുപോലെ തന്നെ ആ ആരോഗ്യ രംഗത്തുള്ള പരിരക്ഷ അവർക്കില്ല. ഒരുപാട് ഇന്നും വളരെ താഴ്ന്ന ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ ആദിവാസികളുടെ കാര്യം പറഞ്ഞാൽ അതൊക്കെ സത്യം തന്നെയാണ്. ഒരുപാട് ചൂഷണങ്ങളൊക്കെ അവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തായിരുന്നാലും ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഇപ്പൊ ഇവിടെ നേരത്തെ അതിഥികൾ സൂചിപ്പിച്ചൊരു കാര്യങ്ങളുണ്ട്. അതിഥികൾ സൂചിപ്പിച്ചത് ഇന്ത്യ രാജ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ മറ്റു രാജ്യങ്ങളുണ്ട്. നിങ്ങൾ പാകിസ്ഥാൻ എടുത്ത് നോക്കുക, ബംഗ്ലാദേശ് എടുത്ത് നോക്കുക, നേപ്പാൾ നോക്കുക, അതുപോലെ സമീപ രാജ്യങ്ങൾ എടുത്ത് നോക്കുക. അവിടേക്കുള്ള രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മ, അവരുടെയൊക്കെ ഒരു തരം പിന്നെ അരക്ഷിതാവസ്ഥ, അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അവിടെയുള്ള അവസ്ഥയും ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കുന്ന സ്വസ്ഥതയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ജനാധിപത്യത്തിന് തീർച്ചയായിട്ടും വളരെ പ്രസക്തിയുണ്ട്.
ഇപ്പോ മോഡി അദ്ദേഹം വർഗീയ ഫാസിസ്റ്റുകളുടെ നേതാവാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ പിന്നെ നമുക്ക് അതിനോട് പലതരം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ടുകൾ കൂടുതൽ കിട്ടിയത് കൊണ്ടാ. ഇങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം അനുശാസിക്കുന്ന രൂപത്തിൽ ആ പ്രക്രിയയിലൂടെ കടന്നു വന്ന് വോട്ട് ആർക്ക് കിട്ടിയാലും അവർ അധികാരത്തിൽ വരും. നമുക്കറിയാം ഡൽഹിയില് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. അതുപോലെ പല സംസ്ഥാനങ്ങളിലും പല കക്ഷികളും ഭരിക്കുന്നു. എങ്ങനെയാ? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടാ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാതിരിക്കാൻ ഈ അടുത്ത് സോണിയാഗാന്ധി പറഞ്ഞത് വളരെയധികം സത്യമാണ്. അതായത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങളും സംഘടനകളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് വളർന്നു വരുന്നു. വ്യാപകമായ വർഗീയ കലാപങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, നൂറുകണക്കിന് വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ആളുകൾ അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ കൃത്രിമമായി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിച്ച്, മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിച്ച് ചോര ചിന്തിച്ച് അങ്ങനെ വിജയം കൊയ്യാനുള്ള തന്ത്രമാണ് എന്നുള്ള ഒരു സത്യം അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? ഇവിടെ മൺമറഞ്ഞുപോയ ഇന്ത്യ രാജ്യത്തിന്റെ മഹാരഥന്മാരായ രാഷ്ട്രശില്പികളായ നെഹ്റുവിനെ പോലെയുള്ള, ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ആളുകൾ, അവരെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയൊക്കെ നമ്മള് പിന്നെ പല ആളുകൾക്കും അവരുടെയൊക്കെ പ്രവർത്തനത്തിൽ പിന്നെ അതൃപ്തി ഉണ്ടാകാം. പക്ഷേ അവരൊക്കെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ സ്വീകരിക്കാനും ആചരിക്കുവാനും അത് പ്രചാരണം ചെയ്യാനുമുള്ള അവകാശത്തിന് വേണ്ടി അവർ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജീവൻ തന്നെ ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഏതായിരുന്നാലും ചർച്ചകൾ പുരോഗമിക്കട്ടെ. ഫോക്കസിന്റെ പ്രതിനിധി ജനാബ് ബദറുദ്ദീൻ സാഹിബ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ പിന്നെ ISM ബഹ്റൈൻ എന്നുള്ള ആളും അതുപോലെ മലപ്പുറക്കാരൻ മൈക്കെടുക്കും. മറ്റുള്ള ആളുകൾ ആർക്ക് വേണമെങ്കിലും മൈക്കിൽ വരാൻ സുഹൃത്തുക്കളെ. നമ്മൾ ഇനി ചർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായും എതിർത്തും വിമർശിച്ചും ഒക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ആരെയും പേരെടുത്ത് പ്രത്യേകമായി വിളിക്കുന്നില്ല. ഓരോ ആളുകളും കൈപൊക്കി പിന്നെ മൈക്ക് എടുത്ത് സംസാരിക്കാം. അതുപോലെ സ്വാതന്ത്ര്യം, മതേതരത്വം, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ആലപിക്കാം, ക്വിസ് പ്രോഗ്രാമുകൾ നടത്താൻ 4-5 ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അല്പസമയം എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. അവസാനം ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് നമ്മുടെ ജൗഹർ ഫാറൂഖിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹമായിരിക്കും ഇന്ന് നമ്മുടെ ചർച്ചക്ക്, രാത്രിയുള്ള ചർച്ചക്കും നേതൃത്വം കൊടുക്കുക രാത്രി 9 മണിക്ക്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ ISM ബഹ്റൈൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ആളുണ്ടോ? ഓക്കെ. ഇതില് ചർച്ചയ്ക്ക് മറ്റുള്ള ആളുകളൊക്കെ വരണം കേട്ടോ. കാരണം ഇവിടെ പ്രഗത്ഭരായ ആളുകളൊക്കെ സംസാരിച്ചു. ഇതില് സാധാരണക്കാരും പങ്കെടുക്കണം. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിവര കൈമാറ്റം നടക്കുകയുള്ളൂ. പിന്നെ ഇവിടെ പിന്നെ 2 കൂട്ടരും, അതായത് പിന്നെ രണ്ട് പക്ഷാക്കി ആദ്യം പറഞ്ഞ പിന്നെ രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കന്മാര്, രണ്ടാമത്തെ പക്ഷായിട്ട് പറഞ്ഞ നമ്മുടെ പിന്നെ മുരളിയേട്ടൻ പറഞ്ഞ പിന്നെ ഭാഗം, ഇത് രണ്ടും പിന്നെ സത്യത്തില് പിന്നെ കൂടി ചേർന്ന് വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുകൾ ഒരു കാര്യത്തിന് മുൻതൂക്കം കൊടുത്തു എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. അത് കാരണം പിന്നെ എല്ലാവർക്കും അറിയാം സമകാലീന പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഒരു വിഭാഗത്തെ പിന്നെ ഒരു കൂട്ടരെ പിന്നെ എങ്ങനെ രാജ്യസ്നേഹം എന്നുള്ളത് അവർക്ക് പിന്നെ നെറ്റിമേലൊട്ടിക്കേണ്ട പിന്നെ കാലത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് മുൻകഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വരുന്ന ജനങ്ങൾക്ക്, അതായത് പിന്നെ ഇനി വരാനുള്ളവർക്കും ഇപ്പൊ ഉള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബാധ്യതയാണ് ആ നിലക്ക്. പക്ഷെ പിന്നെ ഇതിന്റെ പിന്നെ അതുകൊണ്ട് തന്നെ മുരളിയേട്ടൻ പറഞ്ഞ ആ കാര്യത്തിന് പ്രസക്തി ഇല്ലാതാകുന്നില്ല. കാരണം അപ്പോഴാണ് ഇത് പൂരകമാവുള്ളൂ. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പിന്നെ ഇന്ത്യന്റെ ചരിത്രം, ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ആ കാര്യം, അത് രണ്ടും പിന്നെ ശരിക്കും പറഞ്ഞാല് പരസ്പര പൂരകങ്ങളാണ്. പക്ഷെ പിന്നെ ഇവിടെ ഇത് സജീവമാണെന്നുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് പലർക്കും
പിന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കണം. പിന്നെ ഇതൊന്നും പിന്നെ ഭാഷയും കാര്യങ്ങളൊക്കെ നന്നായതിനു ശേഷം സംസാരിക്കുക എന്നൊന്നും നോക്കിയിട്ട്, കാരണം ഇപ്പോൾ അവിടെ 47 ആളുകളുണ്ട്. ഈ 47 ആളുകൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഇത് ചർച്ചയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന ക്ലാസ് ഇതോടുകൂടി അങ്ങനെയാണ് മൈക്കാണ്. ഇവിടെ ഇപ്പൊ ഞാൻ മൈക്ക് വെക്കുന്നതോടുകൂടി പിന്നെ ISM അവിടെ ഇല്ലാന്ന് തോന്നുന്നു, അതോടുകൂടി ഇത് അങ്ങനെ അവസാനിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഇത് വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ അതിനാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളും കൂടി മൈക്കിലേക്ക് വരണം. എന്നാൽ മാത്രമാണ് ഇത് ചർച്ചയായിട്ട് മാറുള്ളൂ. ഇപ്പോൾ ഇവിടെ നടന്നത് വെറും ഒരു വിഷയ അവതരണമായിട്ട് മാത്രം മാറിപ്പോകും. അങ്ങനെ ആവരുത്. അങ്ങനെ ആവരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിവുള്ളവരാണ്. എല്ലാവർക്കും കഴിവുള്ളതെന്ന് വെച്ചാൽ വർത്താനം പറയാൻ പറ്റുന്നവരാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാലോ. സാധാരണ നിൽക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, വായുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതേ ആളുകൾക്ക് അതൊന്ന് മൈക്കിൽ പറയണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും സജീവമാവുക. അപ്പോൾ ഇതൊരു ചർച്ചയായിട്ട് മുന്നോട്ട് പോകും. മൈക്ക് അസ്സലാമു അലൈക്കും. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്ന കാരണം ഇതേപോലെ രാഷ്ട്രീയ ചർച്ചയായി മാറിപ്പോകുന്ന എന്നുള്ളതാണ്. കാരണം പീഡിത വിഭാഗത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ ഇന്നാകുന്നില്ല. രാഷ്ട്രീയക്കാര് എല്ലാവരും മിക്കവായി പിന്നെ കുടുംബത്തിൽ എല്ലാവരും നല്ലതാണ്. നേരിട്ടും പറഞ്ഞ മാതിരി പിന്നെ കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ എല്ലാവരും ഇക്കാര്യത്തിൽ. കാരണം പീഡിതരെ പീഡിപ്പിക്കുന്ന ഒരു സമയത്ത് ഒരാൾക്കും ഒരു നമ്പരും ഒരു വേദനയില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് മസൂരിയിൽ വെച്ച്, അതായത് IAS പരിശീലന സ്ഥലത്ത് വെച്ചിട്ടാണ് മധുരപലഹാരം വിതരണം ചെയ്യുന്നുള്ള കാര്യം. ഇന്ത്യയിലെ നേട്ടങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിൽ ദൈവങ്ങളുടെ പേരാക്കി മാറ്റുകയാണ്. ഇതൊക്കെ വാസ്തവത്തിൽ മറ്റൊരു വിഭാഗത്തെ വളരെ വേദനയോടുകൂടി ചിന്തിപ്പിക്കുന്നു. മാത്രമല്ല അതായിക്കോട്ടെ, എന്ത് പേരും ഏത് പേരും കൊടുത്തോട്ടെ. പക്ഷേ ഒരു വിഭാഗത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി മുസ്ലിം ന്യൂനപക്ഷ മറ്റേ ആദിവാസി എന്നീ വിഭാഗങ്ങളെ പ്രതിനിധിക്ക് യാതൊന്നും ഒരു അടയാളങ്ങളുമില്ല. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ കക്ഷികൾ ഉത്ഭുതരായത് കൊണ്ട് മാത്രം കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരെ പറ്റി അറിയപ്പെടുന്നു. അബ്ദുൽ കലാം ആസാദിനെ പറ്റിയോ മൗലാന മുഹമ്മദിനെ പറ്റിയോ കേരളത്തിന് പുറത്ത് എവിടെയും ഒരു പോസ്റ്റർ പോയിട്ട് പേര് പോലും അറിയപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ഈ ഒച്ച വെക്കുമ്പോൾ, അതായത് പിന്നെ കഴിയുന്ന കുട്ടിക്ക് പാടുള്ളൂ എന്നുള്ള സ്വഭാവമാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്നിരുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഉത്ബുദ്ധരായത് കൊണ്ട് മാത്രം ആ കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് അറിയപ്പെടും. മുമ്പ് ഒരു ചർച്ചാവേളയിൽ ഞാൻ ബഹുമാനപ്പെട്ട മരിച്ചുപോയ സാഹിബിനെ അങ്ങനെ ചോദിച്ചു ചോദിക്കുന്നുണ്ടായി, എന്തുകൊണ്ട് നമ്മുടെ മുസ്ലിം നേതാക്കന്മാർക്ക് ഈ മേഖലയും മറ്റൊക്കെ നമ്മൾ വിമർശിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം സാഹിബ് വിമർശിക്കപ്പെടുന്നത് കൊണ്ടാണ് കേരളത്തിൽ അവരുടെ പേരുകൾ പറയുന്നത്. വാസ്തവത്തിൽ ആരോഗ്യകരമായിട്ടൊരു വിമർശനമാണ് അന്ന് കാഴ്ചവെച്ചത്. സംഘടനയാകട്ടെ മുസ്ലിം ലീഗാകട്ടെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ പ്രത്യേക വംശത്തിന്റെയോ പേരിൽ മാത്രമല്ല മറ്റു പല വിഭാഗത്തിന്റെ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. 1905 ബംഗാൾ വിഭജനം ഉണ്ടായപ്പോൾ അന്ന് 900 അതിനുശേഷമാണ് സർവീന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായത്. പക്ഷേ വിഭജനത്തിന്റെ ഈ ഉത്തരവാദിത്വം സർവീന്ത്യ മുസ്ലിം ലീഗിന്റെ തലയിൽ മാത്രമാണ് കെട്ടിവെച്ചത്. എന്നാൽ 1942 മാത്രമാണ് അത്യാവശ്യ അനിവാര്യ ഘട്ടത്തിൽ മാത്രം സർവീന്ത്യ മുസ്ലിം ലീഗ് ആ വിഭജന ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതിനു മുമ്പ് ബാലഗംഗാധരകളും ബോഗനയും ഒക്കെ വിഭജനത്തിന് വേണ്ടി തീവ്രം വാദിച്ചതാണ്. ഇന്ത്യൻ മുസ്ലിം പാകിസ്ഥാനിലേക്ക് കടക്കണം. അതിന്റെ പിന്തുണ നോക്കാം. ഇന്നും രാജ്യത്തിന് വിവിധ ഭാഗങ്ങളുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു തെറ്റുമില്ലാതെ അനേകം വിചാരണയും ഒന്നുമില്ലാതെ ഒരു മുസ്ലിം ജയിലടച്ചാൽ ആരും ചോദിക്കപ്പെടുന്നില്ല. മിനിഞ്ഞാന്ന് പോലും പാർലമെന്റിൽ ഒരു തെറ്റുകാരനല്ലാതെ ഒരാളെ തീവ്രവാദിയായിട്ടും രാജ്യദ്രോഹിയായിട്ടും മുദ്രവെട്ടിന് അദ്ദേഹത്തിന്റെ ഒരു കേസിൽ നിന്ന് തെളിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ.
അതുകൊണ്ട് അതൊരു മുസ്ലിമായതുകൊണ്ട് മാത്രം നിങ്ങൾക്കറിയാം കേന്ദ്രമന്ത്രിയായിരുന്ന റാണ അന്ന് ആ റാണ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബാലവൽക്കരിക്കണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അടക്കം റാണ അടക്കം ആ റാണ പേരിൽ റാണ എന്നുള്ളത് മുസ്ലിം പേരിടുന്നത് മാത്രം അദ്ദേഹത്തിന്റെ ശവം ചെയ്യലുണ്ടായത് പിന്നെ കരിച്ചുകളിയാവുണ്ടാവും. അതിനെപ്പോഴും വിധി അന്നത്തെ ഭാരതീയ ജനസംഘം വിട്ടിട്ടില്ല. പേരിൽ മാത്രം മുസ്ലിം ഉണ്ടായിട്ടും അവർ വിടുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോ മുസ്ലിം എന്ന വ്യക്തിയോട് അല്ലെങ്കിൽ പേരിനോട് അല്ലെങ്കിൽ രാജ്യത്തോട് അത്രയും പിന്നെ അധികമായ ദേശീയ വിരോധവും തോന്നാനുള്ള കാരണം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യയെ കട്ടുപിടിക്കുന്ന കാര്യത്തിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരൊക്കെ മത്സരിച്ചപ്പോൾ ആദ്യം ഇന്ത്യയിലേക്ക് വ്യാപാരത്തിന് വന്ന അറബികൾ എന്താണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയത്? ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇന്ത്യക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിക്കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ആഗമനപരമായി വിഷയങ്ങൾ അതാണ് മനസ്സിലാകാത്തത്. ഇത് ചില രോഗികൾ, ചില മുസ്ലിം വിരുദ്ധ ശക്തികൾ, സയനിസ്റ്റുകളാകട്ടെ മറ്റാകട്ടെ, അതിൽ നമ്മുടെ ഇടതുപക്ഷവും കൂട്ടുകൂടിയെന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതം. അതിനിവിടെ കമ്മാന്ന് മാറ്റി ഇടതുപക്ഷം കൊണ്ടുവരില്ല. ഇതാണ് ഈ സമയത്ത് ഈ ക്ലാസ് റൂമിൽ പറയാൻ മാത്രമേ കഴിയുള്ളൂ. മറ്റൊരു ക്ലാസ് റൂമിലോ മറ്റൊരു സ്ഥലത്തോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാൻ ചെയ്ത് പുറത്താക്കും. ഈ ഒന്നില്ലെങ്കിൽ ഒന്ന് കഴിയാനെങ്കിലും മുസ്ലിങ്ങളെ അനുഭവിക്കുക എന്ന് മാത്രം പറഞ്ഞത് ഞാൻ നിർത്തുന്ന അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജൗഹർ ഫാറൂഖി ISM ബഹ്റൈൻ അവിടെ ഉണ്ടോ? ISM ബഹ്റൈൻ അവിടെ ഉണ്ടോ സുഹൃത്തുക്കളെ? ISM ബഹ്റൈൻ ഉണ്ടോ? മൈക്കെടുക്കൂ. പിന്നെ നിങ്ങളാണ് ഇനി പിന്നെ മൈക്കെടുക്കേണ്ടത്. മൈക്കെടുത്തോളൂ. ഹലോ, ഹലോ, ISM ബഹ്റൈൻ, നിങ്ങൾ സംസാരം കേൾക്കുന്നുണ്ടോ? മൈക്ക് നോക്കൂ. ISM ബഹ്റൈൻ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മൈക്ക് ശരിയാണ്, നിങ്ങൾ സംസാരിക്കൂ. ഹലോ, അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ISM ബഹ്റൈൻ കേൾക്കാമോ? ആരൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്? ആരൊക്കെ ഉണ്ട് ശബ്ദം കേൾക്കുന്നു? ഹലോ, ആരും കേൾക്കുന്നില്ലേ? ഫിറോസ് ഖാനും ഉണ്ട്, MT ഒക്കെ ഉണ്ട് അല്ലേ? അത്താവുള്ള സാഹിബുണ്ട്. ശരി, നമുക്ക് പരിപാടി നിർത്താം. എല്ലാവർക്കും പിന്നെ ISM ബഹ്റൈന് ആണ് ജൗഹർ ഫാറൂഖിയാണ് നമ്മുടെ നന്ദിയൊക്കെ പറയേണ്ട ആള്. പക്ഷെ അദ്ദേഹം അവിടെ എല്ലാം തോന്നുന്നുണ്ട്. അതോ മൈക്ക് എടുക്കുന്നില്ല അദ്ദേഹം.
ശരി, ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇനി ആർക്കെങ്കിലും നമ്മുടെ ആഫീസ് കാലിക്കറ്റ് 2 വാക്ക് പറയൂ. അതുപോലെ മറ്റുള്ള ആളുകൾ മൈക്കിൽ വരാം. അമീൻ കവള, നിങ്ങൾക്ക് മൈക്കിൽ വരാം, 2 മിനിറ്റ് സംസാരിക്കാം. അതെ, പിന്നെ പറയൂ, എല്ലാവരും പറയൂ, 2 മിനിറ്റ് പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ 68ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതുമായി സംബന്ധിച്ച ചർച്ചയായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ പോയതുകൊണ്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ചർച്ചയൊന്നും കേട്ടില്ല. എങ്കിലും സ്വതന്ത്ര ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ നാം സ്വതന്ത്രരാണോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിഞ്ഞുമാറ്റം ആവശ്യമാണ്. നമ്മുടെ ഭാരതം ഇതുവരെ കുറെ കാലം കോൺഗ്രസും പിന്നെ കുറെ ഘടകകക്ഷികളുമെല്ലാം ഭരിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഭാരത ജനതാ പാർട്ടിയുടെ BJPയുടെ നേതൃത്വത്തിലുള്ള കക്ഷിയാണ് ഭരിക്കുന്നത്. അവരാണ് ഭരിക്കുന്നത്. അവർ ഭരിക്കുമ്പോൾ കയറുമ്പോൾ തന്നെ എല്ലാവർക്കും ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആശങ്ക ഇപ്പോഴും ഉണ്ട്. എന്താണ് ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള മുന്നോടിയാണോ, അല്ലെങ്കിൽ നമ്മുടെ മുൻ നേതാക്കന്മാർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഒരു ജനാധിപത്യ ഭാരതമാണോ, അവർ ഭാരതത്തിലേക്കാണോ ഇന്ത്യ നയിക്കുക, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് നയിക്കുക എന്ന് ഇപ്പം സംശയത്തോടെയാണ് നാം നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഭരണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാരണം കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് മറ്റു ചില കക്ഷികളെല്ലാം കൂടിക്കൊണ്ട് കോൺഗ്രസിനെ മാറ്റുകയും പകരം ഇന്ത്യ മറ്റൊരു എന്ന് വെച്ചാൽ വർഗീയവാദികൾ അല്ലെങ്കിൽ സംഘപരിവാർ RSS കൂട്ടുകക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പം ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എല്ലാ ജനങ്ങളിലേക്കും സ്വതന്ത്രമായ അല്ലെങ്കിൽ അവനവൻ്റെ മതവും അവനവൻ്റെ ജീവിതവും നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഒന്നില്ലെങ്കിലും ഒരു പക്ഷെ നമുക്ക് ആശങ്ക ഉണ്ടായേക്കാം. നമ്മൾ ആശങ്കയിലാണ്. തീർച്ചയായിട്ടും ഇത്തരം ആളുകളുടെ കയ്യിൽ ഭാരതം സുരക്ഷിതമാണോ? കാരണം ഈ അഞ്ച് വർഷത്തെ ഭരണത്തിനിടയിൽ എന്താണ് അവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നറിയില്ല. കാരണം ഭാരതത്തിൻ്റെ നിയമങ്ങളും മറ്റും കാര്യങ്ങളും ഇപ്പോൾ തന്നെ ചില ഇടങ്ങളിലെല്ലാം പൊങ്ങി വരുന്നുണ്ട്. മുസ്ലിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് പള്ളി മൈക്ക് നിരോധിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അത് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണമാണ്. കാരണം അതിന് വലിയ കാര്യമുണ്ടെങ്കിലും ഇന്ത്യയെ പോലുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ എന്തുകൊണ്ടും നാം ആശങ്കയോടെ കാണേണ്ടതുണ്ട്. മതേതര രാഷ്ട്രമായ ഇന്ത്യ നല്ലൊരു ഗവൺമെന്റിന്റെ കയ്യിലാണ് തീർച്ചയായിട്ടും നിലനിൽക്കേണ്ടത്. അത് എത്രത്തോളം പ്ലീസ് PM അടിക്കല്ലേ പ്ലീസ്, എന്താ സംസാരിക്കാൻ പറ്റില്ല. മതേതര രാഷ്ട്രം ഏറ്റവും നല്ല ഒരു ഗവൺമെന്റിന്റെ കയ്യിലാണ് നിലനിൽക്കേണ്ടത്. കാരണം അതിൽ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. കാരണം അപ്പോൾ പിന്നെ തന്നിൽ ഭേദം നല്ലത് എന്ന് തന്നിൽ ഭേദം തൊന്നെന്ന് പറഞ്ഞതുപോലെ ഉള്ളതിൽ നല്ലത് കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്ന കോൺഗ്രസിനെ ഭാരതം ഭരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ നാം തീർച്ചയായും ആഗ്രഹിക്കേണ്ടതാണ്. ഈ ഭരണത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഓരോയിടത്തും ചിലപ്പോൾ നമ്മുടെ മീഡിയകൾ പോലും
മറച്ചു വെക്കുകയും ചില രാഷ്ട്രീയ പ്രേരണകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരെ സത്യത്തെ വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യുന്നത് നാം കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ പരിപാടി അൽഹംദുലില്ലാഹ് വളരെ ഗംഭീരമായി മുന്നോട്ട് പോയി. ഏതാണ്ട് 2 മണിക്കൂറിലധികമായി നമ്മുടെ പരിപാടി നീണ്ടു നിന്നു. നമ്മുടെ അതിഥികളെല്ലാം എത്തി. അൽഹംദുലില്ലാഹ് നമ്മുടെ മുരളി സാറ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം എന്ത് എന്നുള്ളത്, അതിന് രാജ്യം ഭരിച്ച കക്ഷികളെ മാത്രം കുറ്റം പറഞ്ഞത് കൊണ്ടായോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അത്തരം ചർച്ചകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂം മറ്റൊരവസരത്തിൽ വർത്തമാനകാല ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ ISM ബഹ്റൈൻ ഒന്ന് മൈക്കെടുക്കൂ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ചർച്ച കഴിഞ്ഞാ? ഞാൻ പറഞ്ഞതല്ലേ, ISM ബഹ്റൈൻ മൈക്കിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ മൈക്കിലേക്ക് വരികയാണെങ്കിൽ ഇല്ല. ഓക്കെ.